കുഞ്ഞുങ്ങൾ വളരുമ്പം അവരുടെ 5 സെൻസസും കമ്മ്യൂണിക്കബിൾ ആകണം ഈ പ്രപഞ്ചത്തോടും ചുറ്റും നിൽക്കുന്നവരോട്. 1 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ സംസാരിക്കാതിരിക്കുന്ന കുട്ടികൾ വളരെ കോമൺ ആവുകയാണ്. എല്ലാവരും കൊറോണയെ കുറ്റം പറയുന്നു. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഒരു മെസ്സേജ് അയക്കണേ ChatGPT, ആൻസർ ChatGPT. സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജസ്, ഓരോ ബ്രെയിനിൻ്റെ ഓരോ കോർട്ടെക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അതിന് പകരം ChatGPT ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഡെവലപ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഫാറ്റാണ് കൂടുതൽ വേണ്ടത് ബ്രെയിൻ റിപ്പയർമെൻറ്റിന്. അതിന് പകരം നമ്മൾ ഗ്ലൂക്കോസും പ്രോട്ടീനുമാണ് കൊടുക്കുന്നത്. ബേസിക് ഹെൽത്ത് കവർ ചെയ്ത് പോകാനായിട്ട് ഒരു ശരാശരി മനുഷ്യന് എന്ത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണെന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും? അപ്പോൾ ഐ ബിലീവ് E=MC². ഞാനൊരു മലയാളിയാണ്. കപ്പയും ചക്കയും ചേനയും ചേമ്പും ഒക്കെ തിന്നുന്ന ഒന്നന്തരം കോട്ടയംകാരി. ഞാൻ എത്ര കപ്പ് കഴിക്കുന്നു അതിൻ്റെ 3 ഇരട്ടി പ്രോട്ടീൻ അവിടെ കഴിച്ചിരിക്കും. ഓക്കെ, എന്ന് ഞാൻ ഡയറ്റ് എടുക്കും അന്ന് വീട്ടിലമ്മ ബിരിയാണി ഉണ്ടാക്കും. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മയാണ് എന്നെ ഡയറ്റ് എടുക്കാൻ സമ്മതിക്കാത്തത്. ഇല്ലേ, താങ്കൾക്ക് കഴിക്കാതിരിക്കാം. അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് ഉണ്ടാക്കി വെച്ചു. പക്ഷെ ബാക്കിയുള്ള ദിവസം ചിലപ്പം കഞ്ഞിയും പയറുമായിരിക്കും. അതേ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല. നടന്നവര് കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, ബാക്കി സമയം കൃഷിയിൽ ഇത് ചെയ്യുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ നിന്നിട്ട് റിമോട്ട് വെച്ചിട്ട് കതവ് തുറക്കും, റിമോട്ട് വെച്ച് ഫാൻ ഇടും. കാരണം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ്ടല്ലോ. എന്നിട്ട് നമ്മൾ അത്രയും ഫുഡ് കഴിച്ചാലോ? ഹോബീസൊക്കെ ആയിരിക്കുന്ന ആളുകൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്ടർമെലൺ. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് അതിൽ. ഏറ്റവും കൂടുതൽ ഷുഗർ കൺവേർട്ട് ആകുന്നത് അതിൽ നിന്നാണ്. ചെറുതിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, പാല് കുടിച്ച് വളരെ മക്കളെ. ശരിക്കും ഔട്ട് ഓഫ് 10 ഹൗ ഹെൽത്തി ഈസ് മിൽക്ക്? എൻ്റെ മിൽക്കിനെ ആണെങ്കിൽ ഞാൻ ഏകദേശം 9 തന്നെ കൊടുക്കും. കാരണം എനിക്ക് പറയാം, ആ പാലിന് പശുവായിട്ട് ബന്ധമുണ്ട്. പലരുടെയും വീടുകളിൽ എത്തുന്ന പാലിന് പശുവായിട്ടുള്ള ബന്ധം ക്വസ്റ്റ്യൻ മാർക്കാണ്. Many friends of mine, they're not getting married because our acceptance അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കാരണം. So how do we tell them? How do we communicate with them? അപ്പം ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചിട്ട് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് മനീഷയോട് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ എക്സ്പീരിയൻസിന് വില കൊടുക്കേണ്ടതും അതിനെ മാനിക്കേണ്ടതും ഞാനാണ്, വേറൊരാളുടെ ഉപദേശമല്ല. ഒരാൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. ചില ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ തരുന്ന മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് മാത്രം കഴിച്ചാൽ പോരാ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രോപ്പർ ഒരു ഗുഡ് ലൈഫ് സ്റ്റൈൽ കൂടെ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇത് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഒരു ലൈഫ് സ്റ്റൈൽ കോച്ച്, ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ആ ഒരു മേഖലയിലെ ആലിയ ഭട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആലിയ ബിൻസി മാത്യു മാമാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഞാൻ ഈ പേര് കേട്ടപ്പോൾ തന്നെ വാസ് ലൈക്ക് ആലിയ ഭട്ട്, ആ ഒരു കണക്ഷനാണ് എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളത്. ആൻഡ് വി വർ ഹാവിങ് എ സ്മോൾ ഡിസ്കഷൻ. ലൈക്ക് ഞങ്ങൾ ഇന്റർവ്യൂവിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ ചെറുതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഷി വാസ് ടെല്ലിങ് മീ, ആൾക്ക് 2 വലിയ കുട്ടികളുണ്ട്. വലിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ പെൺകുട്ടികളാണ്, ലൈക്ക് 20s ആണ് അവരുടെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഐ വാസ് ലൈക്ക് വെരി വാവ്, ഞാൻ ആ ഒരു കൈൻഡ് ഓഫ് സാധനമായിരുന്നു. ബിക്കോസ് മേ ബി ഈ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് ആ സ്വന്തം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കുമല്ലേ ഈ ഒരു സന്തൂർ മമ്മി ലുക്കിലിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പറയാതിരിക്കാം, പറയണത് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കാൻ പറ്റണം. ഓക്കെ, അത് അന്നേരം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്. ആക്ച്വലി അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടാത്തൊരു സാധനത്തെ ഒഴിവാക്കണതിനെയാണ് ഞാൻ സെൽഫ് ലവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറിയാതെ തന്നെ അമ്മ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ നമുക്ക് ഓക്സിറ്റോസിൻ റിലീസായി കിട്ടും. സിംപ്ലി കൂൾ. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം ആക്ച്വലി ഒരു മോർണിംഗിൽ നിന്നാണ്. ലൈക്ക് എവറിബഡി ചിലപ്പോൾ തലേ ദിവസം മോശമാണെങ്കിൽ പോലും അടുത്ത ദിവസം ബെറ്റർ ആക്കാം എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ എവറിബഡി സ്റ്റാർട്ടിങ്. സോ വിൽ ബിഗിൻ വിത്ത് ദാറ്റ്. ക്യാൻ യു ടെൽ us ലൈക്ക് 5 ഹാബിറ്റ്സ്, ഈ ഹാബിറ്റ്സ് നമ്മൾ മോർണിംഗ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു 5 മോർണിംഗ് ഹാബിറ്റ്സ് പറയാമോ? ഷ്യൂർ. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ധൃതി പിടിച്ചണേക്കാതെ വളരെ കൂളായിട്ട് ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് നമ്മളെ ഒന്ന് തിരിച്ചറിയുക. എന്നിട്ട് അവിടെ ഒന്ന് എണീറ്റിരുന്ന് ഈ ദിവസം തന്ന ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് മുകളിലൊരു പവർ, വോട്ട് എവർ ഇറ്റ് ഈസ്, അതിനൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ലവ്
ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ഗുഡ് ഇൻ മൈ ലൈഫ്. ഒറ്റൊരു സെൻറ്റൻസ് പറഞ്ഞാൽ മതി. അവിടെ അതൊന്ന് ഓർത്തിരിക്കുക. ആ ഒരു മൊമെൻ്റ് അവിടെ ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാവരും വളരെ സ്പീഡിലാണ് ഓടുന്നത്. ഒന്ന് പോസ് ചെയ്യാൻ നമുക്ക് ആ മൊമെൻറ്റിനെ കഴിയുമ്പം തന്നെ നമ്മളിലേക്ക് പവർ ഒഴുകി വരുവാണ്. നമ്മളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തും ചുറ്റിലേക്കും എനർജൈസ് ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എണീറ്റ് നേരെ നമ്മളെല്ലാവരും റഷായിട്ട് ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതിനകത്ത് ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കഴിയുന്നത്ര ഫോളോ ചെയ്യുന്നതുമായൊരു കാര്യമാണ്, ഒരു സ്പൂൺ ഗീയോ ഒരു സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഓർ MCT ഓയിൽ അതൊന്ന് കഴിക്കുക. പിന്നെ ഞാനൊരു കോഫി ലവറാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കോഫിയും കുടിക്കും. അപ്പം നമ്മൾ ഒരു സ്പൂൺ ഗീ വെറും വയറ്റിൽ കഴിക്കുക. ഒരു സ്പൂൺ, അതായത് തലേദിവസം ഒരു ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ആ ഫാസ്റ്റിന് ബ്രേക്ക് ചെയ്യാനായിട്ട് ആ ഗീ ഉപയോഗിക്കുക. ഈ ചില ആൾക്കാർക്ക് ഈ ഗീ ഒക്കെ കഴിക്കുമ്പോൾ ഈ ആക്നെ ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്കും അത് ഓക്കെ ആണോ കഴിക്കാനായിട്ട്? എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏത് തരം ഗീ, A1 A2 എന്ന് 2 തരം ഗീ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ നാടൻ പശുവുണ്ട്. ഓക്കെ, അതായത് ദേശി കൗസാണ്. അതിൻ്റെ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ A2 ഗീ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ വാങ്ങും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ A2 ഗീ വാങ്ങണം. അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗീയേക്കാളും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ഗീ തന്നെയാണ്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞാൽ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റണില്ല, ചിലർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ തോന്നും. പിന്നെ ചിലരൊന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൻ്റെ മോശം ഫീലിങ്സ് തന്നെ കയറി വരും. ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. സിറ്റ് സംവെയർ. അവിടെ ഒരു സ്റ്റിൽനെസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ സ്റ്റിൽനെസ്സിനെ ഒന്ന് അനുവദിക്കുക. ആൻഡ് ഡു യുവർ ബോഡി മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ്. അതാണ് ഏറ്റവും സൂപ്പറായൊരു ഡേയുടെ തുടക്കം. എന്നെ സംബന്ധിച്ച് കുറച്ച് അഫർമേഷൻ എഴുതുക, ഗോൾ സെറ്റ് ചെയ്യുക, അത് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കലാപരിപാടി ഇവിടെയുണ്ട്. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ എൻ്റെ ഒരു മീ ടൈം ഉണ്ട്. ആ മീ ടൈം ഞാൻ എടുക്കും. ഞാനൊരു ഏർലി ബേർഡുമാണ്. ഓക്കെ, ഏർലി ബേർഡ് ആണ്. മീ ടൈം എടുക്കുമ്പോൾ ഒരു സ്ലോ മോർണിംഗ്, ദാറ്റ്സ് വാട്ട് വി ഷുഡ് ഫോളോ ഇൻ ജനറൽ. പക്ഷേ ഈ ഒരു മീ ടൈമൊക്കെ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, സേ ലൈക്ക് വർക്കിംഗ് അമ്മമാരാണെങ്കിൽ, ഒരു ടോട്ട്ലേഴ്സൊക്കെയാണ്, ഒരു 3-4 വയസ്സുള്ള കുട്ടികളാണ് അവർക്കുള്ളെങ്കിൽ മീ ടൈം എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി ആലോചിക്കുകയോ വേണ്ട. ഹൗ ഡു ദേ ബിൽഡ് ദിസ് ഹാബിറ്റ്സ് അവർക്കൊരു എനർജറ്റിക് ഡേ കൊണ്ടുപോകാനായിട്ട്? യെസ്, ഇപ്പോൾ ഒരു ദിവസം പ്രായമുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. അത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലാത്ത സമയത്ത് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാൻ പറ്റുക? കുട്ടിക്കിപ്പോൾ ഉറങ്ങാം. ഓക്കെ, ആ കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് ഇതേ സ്റ്റിൽനെസ്സിലേക്ക് പോകാമെന്നായി ഞാൻ പറയുള്ളൂ. അവർക്ക് വലിയൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാൻ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. ഒന്ന് കണ്ണടച്ചിരിക്കുമ്പം കുഞ്ഞ് ദൂരത്താണെങ്കിലും അതിനെ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റണം. ആ ആത്മബന്ധം അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വളരെ ബ്യൂട്ടിഫുള്ളായൊരു കാലമാണ് അമ്മയാകുക എന്നുള്ളത്. അതും കുഞ്ഞു ബോംബിൽ കിടക്കുക, അതുപോലെ തന്നെ ടോട്ടലറായിരിക്കുന്ന അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷേ പലപ്പോഴും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്ത അമ്മയാണ് ഞാൻ. അന്നും ഇന്നും എൻ്റെ മക്കൾ ഓരോ സ്റ്റേജും വന്നപ്പം ഞാൻ അവർക്കൊപ്പം എനിക്ക് കിട്ടാത്തത് എന്തൊക്കെയോ എൻജോയ് ചെയ്ത് ഇവിടെ വരെ വന്നു. അവർ ടീനേജിലെത്തിയപ്പം ഞാനും ടീനേജിലെത്തി. നൗ ദേ ആർ ഇൻ ടു അടുത്തൊരു സ്റ്റേജിലേക്ക്. അപ്പോൾ ആ ലെവല് എൻജോയ് ചെയ്യുക, അതാണ് നമുക്കുള്ള കുടുംബം എന്ന് പറയണത് നമുക്ക് കൊണ്ടുപോകാനുള്ള ഈസിയസ്റ്റ് വേ. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അയ്യോ എനിക്ക് സമയം തികയണില്ല, അത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ എന്ത് തിരക്കുള്ള ദിവസവും നമുക്ക് ഇച്ചിരി സമയത്തേക്ക് ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും ഏതൊരാൾക്കും പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് എനിക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതെൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ അതൊരു വേസ്റ്റാവും. ചിലപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അതൊരു സെൽഫിഷ്നെസ് ആയിട്ട് പലർക്കും തോന്നാം, റൈറ്റ്? സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ബീങ് സെൽഫിഷ് എന്നുള്ളൊരു അർത്ഥം ഉണ്ടോ? അത് ഞാൻ പറയാം. ഇപ്പം മനുഷ്യരുടെ എത്ര രൂപയുണ്ട് കയ്യിൽ? എൻ്റെ കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് ആയിട്ട് മേ ബി ഒരു 1,500 രൂപീസ്. എനിക്ക് 200-2000 രൂപ തരാൻ കഴിയുമോ മനുഷ്യക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട്? ഇതിൽ നിന്ന് ഇല്ല. നമ്മുടെ കയ്യിലുള്ളതേ കൊടുക്കാൻ പറ്റില്ല. ഉള്ളിൽ സ്നേഹമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും അത് കൊടുക്കാൻ കഴിയില്ല. അപ്പം അതിവിടെ ഉണ്ടാവണം.
ആ ഉള്ളതിനെ നമ്മൾ ജ്വലിപ്പിക്കണം, ഓക്കെ. അല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ പരിഭവിക്കുകയും പരിഭവം പറയലും വേദന പറയലും. ഇപ്പോൾ നമ്മളിൽ പലപ്പോഴും നമ്മളുടെ വീട്ടിലെ അമ്മമാരൊക്കെ പറയണ ഒരു കാര്യം, ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ടു. അതെ. അപ്പം പലതും ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അമ്മയും കഴിക്കുന്നതാണ് ഈ ചോക്ലേറ്റ് എന്ന് അവരെ അറിയിച്ചിരുന്നു, ഞാനത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഓരോ ഫാമിലിയും വെച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മേ ബി നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരായിരിക്കണം നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യില്ല, വേറൊരു ഫാമിലി വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മനീഷ, യു ആർ ന്യൂ ഇൻ ടു ലൈഫ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾക്ക് നമ്മുടേതായ ഓൺ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഓക്കെ. എൻ്റെ ഫാമിലി വെച്ചിട്ട് താങ്കൾ കമ്പയർ ചെയ്തിട്ട് സാധനം ഉണ്ടാക്കിയ താങ്കളുടെ ഇന്നർ റിയാലിറ്റി ആയിട്ട് ദാറ്റ് വോണ്ട് മച്ച്. ദാറ്റ്സ് ട്രൂ. ബട്ട് അവിടെ മേ ബി മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ടച്ച് വുഡ്, എൻ്റെ ദ ന്യൂ ഫാമിലി ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു, ദേ അക്സെപ്റ്റഡ് മീ ദ വേ ഐ ആം. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മെനി ഫ്രണ്ട്സ് ഓഫ് മൈൻ ദേ നോട്ട് ഗെറ്റിംഗ് മാരീഡ് ബിക്കോസ് ആ ഒരു അക്സെപ്റ്റൻസ് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി. കാരണം ഇഫ് ദേ സെറ്റ് എ ബൗണ്ടറി, അതൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്താൽ മേ ബി ദ പേരൻസ് ജനറേഷൻ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു തോട്ട് കാരണം അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ട്. സോ ഹൗ ഡു വി ടെൽ ദം, ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം? ഒബ്വിയസ്ലി നമുക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി വെച്ചിരിക്കുന്ന ഒരാൾക്ക് ആ എനർജി ആയിരിക്കും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഒരു വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന എന്ത് എനർജിയോ ആ ടൈപ്പ് ഓഫ് ആളുകളിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ചോയ്സ് അതല്ലേ. അല്ലെങ്കിൽ അതെങ്ങനെയാ ഓക്കെ എന്ന് പറയാൻ പറ്റുക? ആ മാരേജ് ഓക്കെ എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവില്ല. അപ്പം അതെന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ ദിസ് ഈസ് എൻ്റെ പെർട്ടിക്കുലർ ബിലീഫ്. അത് ഞങ്ങൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന കുട്ടികളുണ്ട്. ഇപ്പം മനുഷ്യ പറഞ്ഞ ഈ കാര്യം അത് വളരെ റെലവൻ്റ് ആയൊരു പോയിൻ്റാണ്. വിവാഹം കഴിക്കാനും അമ്മയാവാനും ഇന്നത്തെ കുട്ടികൾ തയ്യാറാവണില്ല. ഓക്കെ. ഒരു പരിധിവരെ സമൂഹം അടുപ്പിച്ചേൽപ്പിച്ച ഒരു ബാധ്യതയുണ്ട്. പിന്നെ സെക്കൻഡ് തിങ്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇതില്ലേ, മദർഹുഡിൻ്റെ അതിൻ്റെ ലയബിലിറ്റി സൈഡാണ് എല്ലാവരുടെയും മുമ്പിലിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പാർട്ടുണ്ടല്ലോ, എന്താ പറയണേ, ഒരു കുഞ്ഞ് സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവുമ്പം അതിനെ പൊലിപ്പിച്ചു കൊണ്ടുവരുന്ന, എല്ലാവർക്കും ബാധകമെന്ന് പറയണ ഒരു, ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസുകളൊക്കെ ആണെങ്കിൽ പോലും ആളുകൾ അതിനെ പേടിച്ചു തുടങ്ങി. ഇപ്പോൾ എൻ്റെ ജനറേഷൻ കാണുന്നത് പോലെയല്ല കുട്ടിയുടെ ജനറേഷൻ കാണുന്നത്, എൻ്റെ മക്കളുടെ ജനറേഷൻ അതുപോലെയും അല്ല കാണുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ജനറേഷനോട് ഇത്ര ബ്യൂട്ടിഫുള്ളായൊരു പ്രപഞ്ചം, ഇത്ര ടെക്നോളജിയോടുകൂടി, ഇത്രയും വിവരമുള്ള മനുഷ്യരോടുകൂടി നമുക്ക് ജീവിക്കാൻ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ. ഈ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത്, ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ 4 സൈഡിൽ നമുക്ക് പല ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വരുമല്ലോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളൊന്നും പേടിക്കും, ശരി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്താകും എന്നുള്ളൊരു കൺസേൺ, ഒരു സ്ലൈറ്റ് കൺസേൺ നമുക്കുണ്ടാവും. അതിൽ വൺ കോമൺ തിങ് ദാറ്റ് ഐ ഹേർഡ് ഫ്രം മാരീഡ് പീപ്പിൾ ഈ ഒരു കാര്യമായിരുന്നു, കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നീ അവരുമായിട്ട് സെപ്പറേറ്റ്ലി മാറി താമസിക്കണം, ഡോണ്ട് സ്റ്റേ വിത്ത് ദി ഇൻലോസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്, ഇവരെന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ വാട്ട് ഡു യു തിങ്ക്, വൈ ഡു പീപ്പിൾ സേ സച്ച് എ തിങ്? ഇസ് ഇറ്റ് ഗുഡ് ഓർ ഇസ് ഇറ്റ് ബാഡ് അങ്ങനെ താമസിക്കുന്നത്? തെറ്റും ശരിയും ആപേക്ഷികമാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഫോർ മീ, ഞാൻ ഒരു സിംഗിൾ ചൈൽഡിനെയാണ് മാരേജ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ അവിടെ തെറ്റും ശരിയും ആപേക്ഷിക്കും. പിന്നെ മറ്റൊന്ന്, ഈ ഉപദേശങ്ങൾ. അപ്പം ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചിട്ട്, ഒരു പർട്ടിക്കുലർ ചോക്ലേറ്റാണ് അത് ഞാൻ കഴിച്ചിട്ട് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് മനീഷയോട് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? മനീഷത്തില്ല അതല്ല. അപ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ സോള് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ എക്സ്പീരിയൻസിന് വില കൊടുക്കേണ്ടതും അതിനെ മാനിക്കേണ്ടതും ഞാനാണ്, വേറെ ഒരാളുടെ ഉപദേശമല്ല. അപ്പോൾ താങ്കളുടെ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കാൻ കഴിയില്ല, എൻ്റെ മക്കളുടെ ജീവിതവും ജീവിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ പറയുവാണേ ഉണ്ടല്ലോ, മറ്റൊരാളുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുന്നതാണ് നമുക്ക് എളുപ്പം, വേറെ എൻ്റെ എയർ കുറയും. അപ്പോൾ അത് ഭംഗിയാണ്. പക്ഷേ എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. മേ ബി ലൈക്ക് മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ദം. മിസ്റ്റേക്ക് ആൻഡ് ലേൺ ഫ്രം. പിന്നെ അതുപോലെ തന്നെ ഒബ്സർവ് ദ മിസ്റ്റേക്ക്, എന്താവരുതെന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചിട്ട് സെറീനിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആളാണ്. ഓക്കെ. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതായത് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതിനുള്ള ധൈര്യം എന്നുള്ളതാണ് സെറനിറ്റി പ്രിൻസിപ്പിളിൻ്റെ നമ്പർ 1. സെക്കൻഡ് പ്രിൻസിപ്പിൾ, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അത് ഞാൻ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ,
ഞാൻ മഴ പെയ്തുകൊണ്ടിരിക്കുക, മനീഷയുടെ വീട്ടിൽ വന്നു. ഓക്കെ, മനീഷയോട് എനിക്കൊരു കുട ചോദിക്കാം, അത് റെലവൻ്റാണ്. പക്ഷെ മഴ നിർത്തി തരാൻ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ റോളിൻ്റേത്. അതായത് ഞാനും എൻ്റെ ദൈവവും ചേർന്നാൽ, ഞാൻ പൂർണ്ണമായും ദൈവവിശ്വാസിയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ ദൈവവും ചേർന്നാൽ ഈ പ്രപഞ്ചത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ധൈര്യം, എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന് എനിക്ക് പറ്റാത്തതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്തത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവും കൂടി ഒന്നായാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നുള്ള വിശ്വാസം. ഞാൻ തോറ്റു പോകുമോ എന്ന് പേടിച്ച് ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് പേരുണ്ടാവും, അത് ഞാൻ ചെയ്തു തുടങ്ങി, വാട്ട് ഇഫ് ഐ ഫെയിൽ, വാട്ട് ഇഫ് ഐ കുഡൻ മേക്ക് ഇറ്റ് എന്നുള്ളൊരു ഭയം കാരണം മേ ബി അവരുടെ പൊട്ടൻഷ്യൽ അവർ മൊത്തം പുറത്തെടുത്തിട്ടുണ്ടാവില്ല. ഒരുപാട് പേര് എനിക്കറിയാം, മെൻ ആൻഡ് വുമൻ, അവരത് പേടി കാരണം ദേ ഡിഡ്ന്റ് ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എങ്ങനെ വി ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്? ഓക്കെ, put it into a bucket list. Okay. Make a good wish list and make a clear vision board. And നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ട് ഇതിനെ ഭയക്കുന്നു? ഇത് ഫിയർ ഓഫ് ഫെയിലിയർ ആണോ, ഫിയർ ഓഫ് സക്സസ് ആണോ? രണ്ടും ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിൽ തുടർച്ചയായി തോൽവികൾ മാത്രം ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് എന്താ ഫീൽ ചെയ്യുക? അടുത്തൊരാൾ ജയിക്കുക എന്നുള്ളത് അവർക്ക് ആ ഒരു അതിൽ അവരുടെ എപ്പിജനറ്റിക്സിൽ കോറിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. എല്ലാവരും പെട്ടു, ഞാനും അതാണെന്ന്. അപ്പം അത് ഫിയർ ഓഫ് സക്സസ്സിലാണ് വരുന്നത്. പിന്നെ തോറ്റുപോയാൽ, ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനീഷ എന്ത് വിചാരിക്കും? ഞാൻ മനീഷയോടൊരു നോ പറഞ്ഞാൽ മനീഷയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഇത് രണ്ടിനെയും നമ്മൾ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ നോ മനീഷയ്ക്ക് ഫീൽ ചെയ്താലും ഞാൻ സഫർ ചെയ്യുന്നത് എന്തിന്? ഓക്കെ, അപ്പോൾ ഇത്രയും കാലവും ജയിക്കാത്ത, അതായത് ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരാൾ അതിൻ്റെ സ്പീഡിലേക്കാൾ ഓടിക്കഴിയുമ്പോഴല്ലേ ആ ദൂരം പിന്നിടൂ, അവിടെയല്ലേ വിജയം ഉണ്ടാവും. ആ മൊമെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളുടെ ഏറ്റവും ബിറ്ററായ എനിമി നമ്മൾ തന്നെയാണ്. ആ ബിറ്ററായ എനിമിയോട് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം. മേ ബി പല ആൾക്കാർക്കും ലാസ്റ്റ് ഡേ വി ഹാഡ് എ ടോക്ക് വിത്ത് അനദർ എക്സ്പെർട്ട്. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, പലരും സ്ട്രെസ്ഡ് ആണ്, അവർക്കത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്പൺ അപ്പ് ചെയ്യാത്തത് കൊണ്ട് ദേ എൻഡ് അപ്പ് ഇൻ ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഓൾ. അപ്പോൾ വൺ തിങ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സംബഡി. ഇന്ന് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. പക്ഷേ ചിലർക്ക് ഇത് എങ്ങനെ പറയണം എന്നറിയില്ല, ബിക്കോസ് ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് ക്ലോസ്ഡ് അപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചോദിക്കുമ്പം പറയും ഞാനങ്ങനെ എന്താ പറയണേ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണെന്ന് പറയും. സോ അവരെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് ഓപ്പൺ അപ്പ് ആക്കാനായിട്ട് പറ്റുന്നത്? ഇസ് ദെയർ എനി വേ ഫോർ ദാറ്റ്? ഓക്കെ, അപ്പോൾ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതെൻ്റെ നീഡാണെന്ന് മനസ്സിലായാൽ ഞാൻ തന്നെ ഓപ്പൺ അപ്പ് ആകുന്നതാണ് സേഫസ്റ്റ് മാർഗം. ഓക്കെ, പിന്നെ മനീഷയാണ് എന്നെക്കൊണ്ടത് ചെയ്യിക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് എൻ്റേതായ കൃത്യമായ ഉത്തരങ്ങളുണ്ടാവും. ഞാൻ അതിൽ തന്നെ ക്ലിങ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ, പിന്നെ ഇപ്പം നമ്മളുടെ മക്കൾക്കാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ഭർത്താവിനാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ ഒബിയസ്ലി നമ്മൾ കൺസേൺ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ആ സ്ട്രെസ്സിൻ്റെ റീസൺ എന്താണ് എന്ന് അറിയാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ ജഡ്ജിമെൻ്റലല്ലാതെ ഒരാൾ അവിടെ ലിസണർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ മീ ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ കോച്ചിങ് സെഷൻസാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പം താങ്കളുടെ പ്രശ്നത്തിന് എൻ്റെ പരിഹാരമാണ്. കോച്ചിങ്ങിൽ അങ്ങനെയല്ല, ഐ വിൽ ബി എ ഗുഡ് ലിസണർ ആൻഡ് ഞങ്ങളതിനെ സയൻറ്റിഫിക്കലി കൂടി അനലൈസ് ചെയ്യും. ഈ ഒരു തോട്ട് പ്രോസസ്സ് വരാൻ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് ചലഞ്ചാണുള്ളത്, വാട്ട് യു ആർ ഫേസിങ് ഇനീഷ്യലി, ഓക്കെ, എക്സാക്ട്ലി നിങ്ങളുടെ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുക, നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് ഉണ്ടായിരുന്നത്, അത് നിങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് ബോദർ ചെയ്യിക്കുന്നത്. ഈ ഒരു ഫൈൻഡിങ് അതാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉറപ്പായിട്ട് ഇവിടെ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുക, ആ മുറിവിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ കുത്തി തോണ്ടിയാലോ? അതിന് പകരം ഓപ്പൺ അപ്പ് ആകാത്ത ആളെ നമുക്ക് അവരുടെ ഇമോഷൻ വെച്ചിട്ട് സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. ആളൊരു സ്ട്രെങ്ത് ഉണ്ടാവും. ഇപ്പോൾ വീക്ക്നെസ്സിനെ തന്നെ നമ്മൾ കുറേ ടാപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യത്തെ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സ്ട്രോങ് ആയൊരു കാര്യമാണ്, അതിൽ ഞാൻ ഇപ്പം എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ നോക്കിയാൽ നന്നായിട്ട് ബുദ്ധിമുട്ടി ഈ പഠിപ്പിക്കാൻ വിട്ടാലും വലിയ വിഷമായിരിക്കും. പക്ഷെ ഞാൻ പാടും എനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതിൽ പക്ഷെ അതേപടി
എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം അനലൈസ് ചെയ്യുക, അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുക. എത്ര ടഫസ്റ്റ് കേസിലാണേലും ഞാനത് കണ്ടെത്തുക. എത്ര മോശം സൈക്കിക് എനർജിയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളെയും ഞാൻ ഫിഗർ ഔട്ട് ചെയ്യും. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് കേസസ് മാമിൻ്റെ മുന്നിൽ തന്നെ വന്നിട്ടുണ്ടാവും റിലേറ്റഡ് ടു ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവരും ഇപ്പോൾ പറയുന്ന വാക്കുകളാണ്. ഒരു ചെറിയൊരു സാഡ്നെസ് ഉണ്ടെങ്കിൽ പോലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഡിപ്രഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. ഓക്കെ. സ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടാവാം. ഡിപ്രഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് കുട്ടിയുടെ ജെനുവിൻ ക്യൂരിയോസിറ്റി, അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററിൽ കുറവുണ്ടാവുക. ഓക്കെ. ഇപ്പോൾ മനുഷ്യക്ക് ഞാനൊരു ഗിഫ്റ്റ് തന്നു വളരെ ഭംഗിയായിട്ട്, അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റണില്ല, അത് തോന്നണില്ലാത്ത അവസ്ഥയില്ലേ, ആ ക്യൂരിയോസിറ്റി കുറയുന്നു. ഓക്കെ. കുട്ടികളിലാവുമ്പോൾ നമ്മൾ അങ്ങനെ വേണം നോക്കാൻ. പിന്നെ കുട്ടികൾ ഒറ്റയ്ക്കിരിക്കുന്നു, സ്പെൽ ക്രൈസ് കൂടുന്നു, ഒരു കാര്യമില്ലാതെ പറയുന്നതിന് മുമ്പ് കരഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്തത്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ബ്രെയിനിലൊരു റീകണ്ടീഷനിങ് അല്ലെങ്കിൽ ആവശ്യം ഉണ്ടാവും. അതായത് നല്ല കുഞ്ഞായിരിക്കണേ, എല്ലാ അമ്മമാരും പറഞ്ഞു വളർത്തുന്ന ഒരു കാര്യമല്ലേ, നല്ല കുട്ടിയായിട്ട്. ഞാൻ എൻ്റെ മക്കളോട് പറയാത്തൊരു കാര്യമാണ്, ബി ജെനുവിൻ ടു യുവർ സെൽഫ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബി നൈസ് ടു യു. അപ്പോൾ നമ്മൾ അതിനു പകരം തിരിച്ചാണ് നമ്മൾ ചെയ്യണത്. എല്ലാവർക്കും നല്ലതായിരിക്കാം, പക്ഷെ നമ്മൾ നമ്മളുടെ സോളിനോട്, നമ്മളുടെ ഈ സെൽഫിനോട് മാത്രം അന്യായം ചെയ്യുന്നു. അപ്പോൾ ഇത് കുഞ്ഞിനെ തിരിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ കുഞ്ഞ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കബിൾ ആവും. പിന്നെ ചില മൈക്രോബയോമിൻ്റെ ഇൻബാലൻസ്, ചില പേടികൾ, ചില സ്ട്രെസ്സ്, ചില ഹോർമോണുകൾ, എയർലി അഡോളസൻസ്, ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റായും അതിൻ്റെ ഒരു സിംറ്റമായും നമുക്ക് ഈ ഒരു ഡിപ്രഷനെ കാണാം. പിന്നെ ചില ലേണിംഗ് ഡിസോർഡറിലും ഡിപ്രഷൻ അസോസിയേറ്റഡ് ആണ്. ഓക്കെ. ഒരു പബ്ലിക് സ്പേസിൽ നമ്മളിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് പാനിക് അറ്റാക്ക് വരികയാണ്. ദാറ്റ് ക്യാൻ ബി ഇൻ വർക്ക് സ്പേസ്, ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, കൈയൊക്കെ വിറയ്ക്കുക, ചിൽസ് ആവുക. ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്? പാനിക് അറ്റാക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. യെസ്. ദെൻ ഇവിടെ ഒരു കെരട്ടോയിഡ് മസാജ് കൊടുക്കും. Okay, like this. Okay. First thing. പക്ഷേ ഇതുപോലും പറ്റാതെ നമ്മൾ കണ്ണുകൾ തുറിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് ഹെൽപ്പ് ചോദിക്കുക. ഇമ്മീഡിയറ്റ്ലി അവിടെ നമുക്ക് ഏറ്റവും ഹാക്ക് എന്ന് പറയണത് ഒരു ORS കൈ കരുതുക. ORS അപ്പം തന്നെ ഉപയോഗിക്കുക. അങ്ങനെ ഉറപ്പായിട്ടും നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിൽ ബാലൻസ് വരും. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ചേഞ്ചിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത് വലിയൊരു കണ്ടീഷനല്ല. പക്ഷേ അത് നമ്മളെ വേണമെങ്കിൽ ഏത് അപകടത്തിലും എത്തിക്കാം. പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന പിന്നെ ചുറ്റും നിൽക്കുന്നവർ പേടിക്കും. ഇത് കുറച്ച് പ്രാവശ്യമായി കഴിയുമ്പോൾ എന്ത് പറയും, ഓ ഇവള് ഷോയപ്പാണ് ഇല്ലേ, അങ്ങനെ പറയണ ഒത്തിരി ആളുകൾ. ചില ബയോംസിൻ്റെ ഇംബാലൻസ് മൂലം ഇതുണ്ടാവാം. മൈഗ്രെയിൻ പോലെ ഉള്ള കണ്ടീഷൻസ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാത്ത ഇംബാലൻസ് ആകുമ്പോഴും ക്ലസ്റ്റർ ഹെഡേക്കുകൾ സ്ഥിരമായിട്ട് വരുന്ന ആളുകളിൽ ഒക്കെ ഈ ഒരു ചലഞ്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നീ എൻ്റെ ചില പേരൻറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് യു ആർ പാർട്ട് ഓഫ് മൈ പ്രസ്റ്റീജ് എന്ന് അന്നൊരു പേരൻറ്റിങ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ അച്ഛൻ്റെയോ അമ്മയുടെയോ പ്രസ്റ്റീജ് ബെയർ ചെയ്യാനായിട്ട് അത് വലിയൊരു കാര്യമാണ്. അത് കുഞ്ഞാണ്. ഓക്കെ, ആ വലിയൊരു നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ തോട്ട് പ്രോസസ്സിലുണ്ടായിരുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ബെയർ ചെയ്യാൻ കുഞ്ഞിനെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അങ്ങനത്തെ കണ്ടീഷനുകളും ഇതിന് കാരണമാകും. അവിടെ കാരണം കണ്ടുപിടിച്ച് നമ്മളതിനെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഈ പണ്ടത്തേക്കാളും പേരൻസ് കുറച്ചുകൂടെ അവെയറാണ് എന്ന് തോന്നിയിട്ടുണ്ടോ മാമിന്? അവെയറാണെന്ന് തോന്നിയിട്ടുണ്ട്. ചിലർ വളരെയധികം സൂപ്പർസ്റ്റിഷ്യസ് ആയി പോകുന്നു എന്ന് വരെ തോന്നാറുണ്ട്. അവരുടെ ഈ അവെയർനെസ് കൂടിയിട്ട് കുട്ടികൾക്ക് ബാല്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെയും വരുന്നുണ്ട്. ബാല്യം നഷ്ടപ്പെടുന്ന കാര്യം പറയുമ്പോൾ വൺ കോമൺ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ് ടു എനി എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ഇതാണ്, ബട്ട് സ്റ്റിൽ ഐ കുഡൻറ്റ് ഫൈൻഡ് എ സോളിഡ് ആൻസർ ഫോർ ദാറ്റ്. അതായത് മോസ്റ്റ് ഓഫ് ദി യങ് പേരൻസ് വാട്ട് ദേ ഡു റൈറ്റ് നൗ ഇസ് കുട്ടികളെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ ദേ ഗിവ് ദ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ദ ചൈൽഡ് വിൽ ബി എൻഗേജ്ഡ് അവിടെ. ആ ടൈമിൽ അച്ഛനമ്മമാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ അത് വലിയൊരു പ്രശ്നമാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഹൗ ക്യാൻ വി മേക്ക് എ ചേഞ്ച് ഇൻ ദിസ്? ഈവൻ ദ പേരൻസ് ഡസൻറ്റ് നോ അബൌട്ട് ദാറ്റ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹാബിറ്റ് ഒന്ന് മാറ്റാൻ പറ്റുക? ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി യു ആർ റീച്ചിങ് ഇൻ ടു മൈ ഏരിയ. ഓക്കെ, കാരണം ഞാനിവിടെ പേരൻസിൻ്റെ പുറകെ എപ്പോഴും പറഞ്ഞു നടക്കണ ഒരു കാര്യമാണ് TV-യും മൊബൈലും. കാരണം കുഞ്ഞുങ്ങൾ വളരുമ്പം അവരുടെ 5 സെൻസസും കമ്മ്യൂണിക്കബിൾ ആകണം ഈ പ്രപഞ്ചത്തോടും ചുറ്റും നിൽക്കുന്നവരോടും.
അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഇതൊന്നും വരില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടി 1 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ സംസാരിക്കാതിരിക്കുന്ന കുട്ടികൾ വളരെ കോമൺ ആവുകയാണ്. എല്ലാവരും കൊറോണയെ കുറ്റം പറയുന്നു, ജോലി തിരക്കിനെ കുറ്റം പറയുന്നു, എല്ലാ വീട്ടിലെയും കുട്ടികൾ അത് കാണുന്നുണ്ട് എന്ന് പറയുന്നു. എല്ലാവരുടെയും ജീനോംസ് ഒരുപോലെയല്ല സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ വിർച്വൽ ഓട്ടിസം അതുപോലെ തന്നെ ഓട്ടിസവും ക്രമാതീതമായി വരിക. ആ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ആക്ച്വലി ആ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, ന്യൂറോ ഡെവലപ്മെൻറ്റുകൾ, അതുപോലെ സെൻസറി ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കോഗ്നീഷ്യൻ ഇതെല്ലാം ഡിക്ലൈൻ ആവുകയോ റിഗ്രസീവ് ആവുകയോ ചെയ്യുന്നത്. ഇത് ഡിലേഡ് ആവുക എന്ന് പറയുമ്പം താമസിക്കുന്നു, പക്ഷേ എപ്പോഴെങ്കിലും വരും. അത് പഠനത്തിൽ ബാധിക്കും. ഇപ്പോൾ സ്പീച്ച് ഡിലേ ആകുന്ന കുട്ടികളിൽ ചില കുട്ടികളിൽ മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും. അതൊരു എക്സാമ്പിളാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടോവോക്കിംഗ് ഉള്ളവർ എവിടെയെങ്കിലുമൊക്കെ സോഷ്യൽ സ്കിൽസ് പരാജയപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും. പിന്നെ അതുപോലെ പക്ഷേ ഒരു 1.5-2 വയസ്സ് വരെ സംസാരിച്ചിട്ട് പിന്നീട് സംസാരിക്കാത്ത കുട്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് റിഗ്രഷനാണ്. ആ റിഗ്രഷൻ്റെ കാരണം കണ്ടെത്തണം. അപ്പോൾ വീണ്ടും നമ്മൾ എടുത്തെടുത്ത് വരുമ്പോൾ ഒരു ഇൻഫെക്ഷനും ആ കൂടെ ഒരു മൊബൈലുമായിരിക്കും. ഇന്നലെ ഞങ്ങളെടുത്ത ഒരു കേസാണ്. ഏകദേശം 8 മണിക്കൂറോളം ആ കുട്ടി 1 വയസ്സ് മുതൽ മൊബൈൽ ഉപയോഗിച്ചിരുന്നു. 8 മണിക്കൂർ. ഐ കനോട്ട് ഇമാജിൻ. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ ബ്രെയിനിൽ എത്രമാത്രം ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ശരിയാണ്, ലോകം വളരുകയാണ്, ടെക്നോളജി കൂടുകയാണ്. പക്ഷേ മനുഷ്യത്വവും കുടുംബവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അവിടെ ഒരു പക്ഷേ അച്ഛനത് ഇത്ര ക്ലിയറായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ജനിക്കുന്ന ഡേ 1 മുതൽ നമ്മളാണ് ഇവരെ നമ്മളുടെ വയറിൽ സെൻസ് ചെയ്യണത്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ തിങ്ങാണ്. അപ്പോൾ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഈ പറഞ്ഞ എന്താ പറയുന്നത്, ഞാൻ ഉണ്ടായിരുന്ന സമയം ഞാൻ ഓർക്കണില്ല. എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ കുഞ്ഞിനൊപ്പം ആ ജീവിതം ജീവിച്ച് തീർക്കുക എന്നുള്ളത്, അതാണ് മദർഹുഡ് എന്ന് പറയുന്നത്. അതിന് പേരൻസും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഭർത്താവും, അതായത് കുഞ്ഞിൻ്റെ അച്ഛനും ഒക്കെ സപ്പോർട്ട് ചെയ്യുക, അമ്മയ്ക്കൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത്. കോൺഷ്യസ്ലി നമ്മൾ ഗാഡ്ജറ്റ്സ് മാറ്റി വെക്കണം, കോൺഷ്യസ്ലി മാറ്റി വയ്ക്കുക. എൻ്റെ കുഞ്ഞിന് എന്താണ് വേണ്ടത്? നിങ്ങൾ സ്പീച്ച് തെറാപ്പി, OTBT സെൻ്ററുകൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ തേടിയെത്തലാണോ നിങ്ങളുടെ ആഗ്രഹം? ഓർ നിങ്ങളുടെ കൊച്ച് ഹെൽത്തി ആയിട്ടിരിക്കണോ? അതാണോ ആഗ്രഹം? അപ്പോൾ അതാണ് നമ്മൾക്ക് എന്താണോ വേണ്ടത്, അതിനനുസരിച്ചാണ് നമ്മുടെ ആക്ഷൻസ് വരേണ്ടത്. ഗോളും ആക്ഷനും തമ്മിൽ കണക്റ്റ് ആവട്ടെ. ഇന്നത്തെ ജനറേഷൻ, ഞാൻ വെർച്വൽ ഓട്ടിസത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പം എന്നെ അങ്ങോട്ട് ആളുകൾ തീർക്കുമായിരുന്നു. ഓക്കെ. ഇപ്പം വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടിയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ മൊബൈൽ ഫോണുമായി മാത്രമായിട്ട്, വേറെ സെൻസറി ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യില്ല, ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കില്ല, ആരോടും മിണ്ടില്ല, ഐ കോണ്ടാക്റ്റ് പോകുന്നു. കുഞ്ഞിൻ്റെ ഐ കോണ്ടാക്റ്റ് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഓക്കെ. സംസാരിക്കില്ല. അപ്പോൾ അതുപോലെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് അറിയില്ല കുട്ടിക്ക്. ഇത് പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അത് കുഞ്ഞ് തന്നെ പഠിക്കുന്നതാണ്. പിന്നെ ഓവറായിട്ടാണ് നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 24 hours പാമ്പേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോഴും അവർക്ക് സെൻസേഷനിൽ ഡിഫറൻസ് വരുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വെരി സീരിയസ് ആണ്. വളരെ സീരിയസ് ആണ്. അതായത് കുറേ ജനറേഷൻ ഓട്ടിസ്റ്റിക്കായി മാത്രം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രപഞ്ചത്തിൻ്റെ അടുത്ത നിലനിൽപ്പ് എന്താണ്. അപ്പോൾ എല്ലാവരും അതിനെ സംതിങ് ന്യൂ നോർമൽ എന്ന് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇറ്റ്സ് എ റിക്വസ്റ്റ് ആൻഡ് എ പ്രയർ. പേരൻസിന് മാത്രം. പേരൻറ്റിങ് എന്ന് പറയുന്നത് ഇച്ചിരി സ്ട്രഗിളുള്ള കാലഘട്ടമാണ്. ദാറ്റ്സ് നോട്ട് ഈസി. അതിനെ മാറ്റി വയ്ക്കാനും കഴിയില്ലാന്നേ വേറൊന്നിനെ വെച്ച്. ഇപ്പം അതുപോലെ അവർ ചെയ്യേണ്ടത് ഈ ബേബി കെയറിൽ കൊടുക്കണ അവിടെയും ഈ സാധനം അത് ഒഴിവാക്കുക. നമ്മൾ ജോലിക്ക് പോകുന്ന പേരൻസ് ആണെങ്കിൽ ബേബി സിറ്ററെ ആക്കിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ക്യാമറ മോണിറ്റർ ചെയ്യുക, ഗാഡ്ജറ്റ്സ് കൊടുക്കാതിരിക്കുക. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്. അതെ, തീർച്ചയായിട്ടും. ഈ എനിക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങും. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിക്കാൻ തുടങ്ങും. കറികളൊക്കെ എടുക്കും. പക്ഷെ നമ്മളിങ്ങനെ നോക്കും, ഈ സിനിമ കാണണോ, ഒറ്റ സിനിമയും കാണാനായിട്ട് അവസരം കിട്ടത്തില്ല. അവസരം പ്ലേറ്റിലിരിക്കുന്ന ഫുഡ് കറികളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഒന്നും കാണാതെ ഞാനത് കൊണ്ടുവയ്ക്കും. സോ വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് ആ മൂവി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തിരുന്ന ഫുഡ് തീർന്നു പോയത് ഞാൻ പോലും അറിഞ്ഞില്ല.
മൈൻഡ്ലെസ് ആയിട്ടുള്ള ഈറ്റിംഗ്. ഐ സ്പോക്ക് ടു ആൻ എക്സ്പെർട്ട് റിഗാർഡിങ് ദിസ് വൺസ്. അന്ന് തൊട്ട് ഞാൻ ഈ ഹാബിറ്റ് കോൺഷ്യസ്ലി മാറ്റി. അതിനുശേഷം ഐ ഹാഡ് ഗട്ട് ഇഷ്യൂ. പിന്നെ ആ ഗട്ട് ഇഷ്യൂ മാറി. സോ ഐ വാസ് ഒബ്സർവിങ്. ഞാൻ പോലും അറിയാതെ ഞാൻ ചെയ്തൊരു തെറ്റ് അത്ര വലിയൊരു ഇഷ്യൂവിലേക്ക് അത് മാറി എന്നുള്ളത്. സോ ഈ സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടേ വെൻ വി ഹാവ് ഫുഡ് ഓൺ അവർ പ്ലേറ്റ്. ഓക്കെ, പ്രാർത്ഥിക്കുക, പഠിക്കുക, പിന്നെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ക്വാളിറ്റി ടൈം, സെക്സ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ജീവൻ്റെ നിലനിൽപ്പിനും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. ഈ സമയത്തിന് എന്തിനാണ് ഈ ഒരു കിട്ടിപ്പെട്ടി നമ്മുടെ കയ്യിൽ? അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വരണം, നഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് അനുഭവിക്കുക. കാരണം നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ള സൗഭാഗ്യങ്ങളെ മനഃപൂർവ്വം കളഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഒരു ചായക്കടയിൽ പോയി നമ്മളൊരു കടയിലേക്ക് 5ഉം 10ഉം പേര് ഒരുമിച്ച് കഴിക്കാൻ വരുന്നു, എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്യുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കും, നമ്മളുടെ ചോയ്സാണ്. അതായത് ഇപ്പം ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ കമ്പനികൾ, അത് ഈ ആപ്പിളിൻ്റെ ഓണർ, അദ്ദേഹം എന്തായാലും മുഴുവൻ സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളല്ല. അങ്ങനെയായിരുന്നു ഈ ആപ്പിൾ നമ്മുടെ കയ്യിൽ വരില്ല. അവിടെ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് അവരും പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുക, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ചോയ്സ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിന്യൂസ്ലി ഫോണിലാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഫോണിൽ നിന്ന് കണ്ണെടുത്ത് നമ്മളോട് സംസാരിക്കില്ല, ഫോണിൽ നോക്കിയിട്ടായിരിക്കും നമുക്ക് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വൺസ് നമ്മൾ കണ്ടിന്യൂസ്ലി ചോദിച്ച സമയത്ത് തന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളും ഫോണിൽ കണക്റ്റഡാണ്. കുട്ടികളോട് വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാധനം വരെ ഫോണിൽ കണക്റ്റഡാണ്. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുക? ഇതുണ്ടെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ കൂടിയുണ്ട്. അങ്ങനെയാണ് അധികം ആളുകളും പറയുന്നത്, അധികം ആളുകളും. പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പം ടീച്ചേഴ്സ് ഹോംവർക്ക് വാട്സപ്പിലേക്ക് കൊടുക്കുന്നു. അതെ, സ്ഥിരമായൊരു പരിപാടിയാണ്. അത് പലയിടത്തും കാണാറുണ്ട്. പക്ഷെ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഇല്ല എന്ന് തന്നെ അവർ പറയും. പക്ഷേ കുട്ടികളിപ്പം പല പേരൻസും ഈ എക്സാം സമയമാകുമ്പോൾ വരും, ചിലരുടെ നമ്മൾ ഫോൺ ഇവിടെ വെച്ചേക്കും, മക്കളെ എക്സാം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും. ക്ലിനിക്കിൽ അങ്ങനെ ഫോൺ മേടിച്ച് വയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അവർ ഓക്കെയാണ്, അവരോട് സംസാരിച്ചിട്ട് അവർ മനസ്സാലെ വെച്ചിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന എന്നാന്ന് ചോദിച്ചാൽ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഒരു അപകടമാണ്. ഇതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ കഴിയാത്തതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയാണ്. പിന്നിപ്പം ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ എല്ലാം തന്നെ ഒരു മെസ്സേജ് അയക്കണേ ChatGPT അല്ലേ, ആൻസർ ChatGPT. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ പല കോർട്ടെക്സുകളും ഇപ്പം സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജസ്, ഓരോ ബ്രെയിനിൻ്റെ ഓരോ കോർട്ടെക്സാണ് വർക്ക് ചെയ്യുന്നത്. അതിന് പകരം ChatGPT ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഡെവലപ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ചോയ്സാണ്. ബുദ്ധിയുള്ളവൻ ബുദ്ധി ഉപയോഗിക്കും, ഇല്ലാത്തവൻ അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. നമുക്ക് ലൈഫ് സ്റ്റൈലിനെ മേബി ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ടിപ്പിക്കലി നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഹീറോ ഒരു വില്ലൻ, ഇപ്പം കാര്യങ്ങളൊക്കെ മാറിയെങ്കിലും ഒരു ഹീറോ ഒരു വില്ലൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ലൈഫ് സ്റ്റൈൽ ഒരു സിനിമയാണെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ വില്ലൻ ആരായിരിക്കും? അവിടെ ഈ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് സ്വീറ്റ് വില്ലന്മാരുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഇറങ്ങണം, ഒരു സ്വീറ്റ് വില്ലനാണ്. പിന്നെ ലേറ്റ് നൈറ്റ് പാർട്ടികൾ, സ്ഥിരമായി ലേറ്റ് നൈറ്റ് പാർട്ടികൾ, അതൊരു സ്വീറ്റ് വില്ലനാണ്. ഈ വില്ലനെ കാണുമ്പോൾ നമുക്ക് അട്രാക്റ്റഡ് ആവും. വില്ലനാണേലും കുഴപ്പമില്ല, ഇവൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ സ്പെൻഡിങ് ആണോ എന്നുള്ളതും നമ്മുടെ ചോയ്സാണ്. നമ്മൾ വിജിലൻ്റ് ആവുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ഉപയോഗിക്കരുതെന്നല്ല, ഷുഗറിനെ പോർഷൻ കട്ട് ചെയ്യുക, വേണമോ വേണ്ടയോ എന്നുള്ളത് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ്. പിന്നെ റിയലി സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സ്ട്രെസ്സ് നമ്മൾ കാണുന്ന ഒരു സാധനമേ അല്ല. അപ്പോൾ ആ സ്ട്രെസ്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് സ്ട്രെസ്സാണ് എന്ന് എല്ലാവരും പറയണം. അപ്പോൾ അതൊരു പക്ഷേ മസിലിൻ്റെ ടൈറ്റനിങ്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിലോട് മൈൻഡ്ഫുൾനെസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ റിയൽ സ്ട്രെസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേറ്റ് നൈറ്റ് ഉള്ള കോഫി യൂസേജ്. അതെ, ഐ എം എ കോഫി ലവർ. നന്നായിട്ട് കോഫി കുടിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ് എനിക്കുണ്ട്. പക്ഷേ അതെങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൂടുതലും മധുരത്തിന് പകരം ഗീ ആണ് ഉപയോഗിക്കുന്നത് കോഫിയിൽ. പിന്നെ അതുപോലെ അശ്വഗന്ധിയൊക്കെ ചേർത്ത് കോഫി കുടിക്കും. എനിക്ക് ചില പ്രീമിയം
ഇതുണ്ട്, അതായത് ചില സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കോഫി ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. പക്ഷെ അതിനും ശരിക്കും പറഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ. അതെ, ആ സമയം കിടന്ന് ഉറങ്ങിയാൽ തീരാത്തുള്ള പ്രശ്നമേ ഉള്ളൂ. അതെ, ഉറങ്ങേണ്ടതാണെങ്കിൽ ഉറക്കം വരികയാണെങ്കിൽ ഞങ്ങളുടെ ഉറങ്ങട്ടെ. പക്ഷേ ഇവിടെ ഈ നമ്മളുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസിങ് പോകും. പക്ഷേ അതായത് നമ്മളൊരു കോഫി കുടിക്കുമ്പോൾ റിയലി കോഫി ലവറാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഒരു കോഫി കുടിക്കുകയാണ് നിങ്ങളെങ്കിൽ എന്താ, ആ കോഫിക്ക് 1.5 ഗ്ലാസ് അഡീഷണൽ വാട്ടർ ആവശ്യമാണ്. അങ്ങനെ ആണെങ്കിൽ അതിലെ ആൻറ്റി ഓക്സിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യും. അല്ല എങ്കിൽ നിങ്ങളെ ഡ്രൈ ആക്കും. ഈ സ്വീറ്റ് വില്ലന്മാരെ നമുക്ക് പിന്നെ ആൽക്കഹോള്, എല്ലാവരും പറയുന്ന ഒരു വലിയ വില്ലനാണ് ആൽക്കഹോള്. ഞാൻ വലിയൊരു വില്ലനായിട്ട് കരുതുന്നില്ല. ഭയങ്കര ഓവറായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരവരുടെ ലിവർ ഹെൽത്ത് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ പർട്ടിക്കുലർ ബിസിനസ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർ, അപ്പം അവരുടെ ബിസിനസ് ഡിസിഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് മിക്കവാറും ഗ്ലാസ്മേറ്റുകളുമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്കത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ തിരസ്കരിക്കപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് ഒന്ന് നോക്കിക്കൊണ്ട് ആ ലിവറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് വേണം, അതായത് 1 മണിക്കൂർ കൊണ്ട് 30 ml ഉപയോഗിക്കാം, 2 മണിക്കൂർ കൊണ്ട് 30 ml ഉപയോഗിക്കാം, 1 മിനിറ്റ് കൊണ്ട് ഉപയോഗിക്കാം. ആ ഒരു ഇൻ്റലിജൻസിലേക്ക് നമ്മളെത്തുക. ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലും നമ്മളുടെ ചോയ്സാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റേ അധികമായാൽ എല്ലാം. ഇപ്പം നമ്മൾ രണ്ടുകൂടെ പോയി താങ്കൾ കഴിക്കുന്ന ട്രെൻഡി ഫുഡ് ഞാൻ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഇത് എനിക്ക് വേണ്ടതായിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണിച്ചു എന്ന് തോന്നിയാൽ ആ ഭക്ഷണം നിങ്ങൾക്കുള്ളതല്ല. അതാണ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെ നമ്മളുടെ ഗട്ടിൽ ഇമ്മ്യൂണിറ്റിയിൽ ഇംബാലൻസ് വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പം മാർഗമുണ്ട്. നമ്മളുടെ വായിൽ സ്ഥിരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനം അതേ ക്വാളിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി, പക്ഷേ ടേസ്റ്റ് കുറഞ്ഞു പോകുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ചെയ്യുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്. നമ്മൾ നേരത്തെ മാം പറഞ്ഞ പോലെ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അത് ചെറുതും വലുതും എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, പല രീതിയിൽ, പ്രൊഫഷണലി, പേഴ്സണലി, പല മേഖലകളിലുണ്ട്. സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നീ ശ്രമിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പലരും പറയും. ഇതിനൊരു സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കായിരുന്നു, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സ്വിച്ച് ഇല്ല. പക്ഷേ ഈ സ്ട്രെസ് ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു 3 റിയലിസ്റ്റിക് ഹാബിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും? ഞാൻ പറഞ്ഞാൽ സ്ട്രെസ്സ് 2 തരമുണ്ട്. ഫോർ മീ സ്ട്രെസ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയൊരു കാരണമാണ്. അതായത് ഇപ്പം താങ്കൾ എന്നോട് പറയുന്ന ഒരു നോ എനിക്ക് തരുന്ന ഒരു ഇംബാലൻസ് എൻ്റെ അഡ്രിനൽ ഗ്ലാൻഡിലെ അഡ്രിനൽ റഷിലേക്കാണ്. അഡ്രിനൽ ഹോർമോൺ ശരീരത്തിലേക്ക് റഷ് ചെയ്യപ്പെടുകയാണ്. ഈ ഹോർമോണ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ മസിലുകളിലേക്ക് എത്തുന്നു. അപ്പോൾ ആ സമയമാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നത്. ഒന്നുകിൽ നമ്മൾ ഓടി തീർക്കണം, അല്ലെങ്കിൽ താങ്കളെ ഞാൻ കൊന്നു തീർക്കണം, അല്ലെ ഓടിപ്പോണം, അല്ലെ താങ്കളെ കൊന്നു തീർക്കണം. അതാണ്. പക്ഷെ അതിവിടെ പറ്റുമോ? ചിലപ്പോൾ നമ്മുടെ ബോസ് ആയിരിക്കും, ചിലപ്പോൾ കെട്ടിയവനായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. പോസിബിൾ അല്ല, അല്ലേ? പോസിബിൾ അല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഈ അഡീഷണൽ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് സ്ട്രെസ്സ് ഹാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സൂപ്പർ വേ എന്ന് പറയണത് ബ്യൂട്ടിഫുള്ളായി എക്സസൈസ് ചെയ്യുക, മൈൻഡ്ഫുള്ളായിട്ട് എക്സസൈസ് ചെയ്യുക. ഓക്കെ, അതായത് മ്യൂസിക് സിസ്റ്റം ചെവിയിൽ വെച്ചിട്ട് എക്സസൈസ് ചെയ്താൽ ഈ സ്ട്രെസ്സ് ബാലൻസ്ഡ് ആവില്ല. അതായത് നമ്മളുടെ ബ്രെയിനാണ് നമുക്ക് കമാൻഡ് തരേണ്ടത്. ഈ ബ്രെയിനിനെ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ബ്രെയിനിൻ്റെ വേവ് ലെങ്ത് വേറൊരെണ്ണത്തിലേക്ക് കൺവേർട്ട് ആവുകയാണ്, അതിൻ്റെ എനർജി സ്വിച്ച് ചെയ്യപ്പെടുകയാണ്. അപ്പം ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ പടി കയറും. എല്ലാവരും പറയത്തില്ലേ, ഞാൻ ഈ പടി മുഴുവൻ കയറി ഇറങ്ങുന്നു, വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്നു, അത് ജോലിയായിട്ടാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമുക്കിത് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പം നമ്മുടെ ബ്രെയിനിനോട് പറയാം, ദിസ് ഈസ് എ ഗുഡ് എക്സസൈസ് ഫോർ മീ, യൂസ് മൈ എനർജി എന്ന് നമ്മുടെ ബ്രെയിനിന് ഇൻറ്റൻഷൻ കൊടുക്കുക. അവിടെ നമ്മൾ മൈൻഡ്ഫുൾ ആവുക. അതിന് പകരം നമ്മൾ മൈൻഡ്ഫുൾ ഓഫ് തിങ്സ് ആണ്. ഓക്കെ, അത് അവിടെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം. മൈൻഡ്ഫുൾ എക്സസൈസ്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ വേണ്ടത് മാത്രം കഴിക്കുക. മനുഷ്യ ഉണ്ടാക്കി തന്നല്ലോ എന്ന് വിചാരിച്ച് ഞാനത് മുഴുവൻ കഴിക്കേണ്ട ആവശ്യമൊന്നും. എൻ്റെ ഭക്ഷണം മാത്രം. അതായത് എന്ന് ഞാൻ ഡയറ്റ് എടുക്കും അന്ന് വീട്ടിലമ്മ ബിരിയാണി ഉണ്ടാക്കും. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ ഇന്നോട്ട് ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പാൽപ്പായസം, ബിരിയാണി, കഴിക്കാൻ പാടില്ലാത്ത എല്ലാം വന്ന് വീട്ടിലെ ടേബിളിൽ ഉണ്ടാവും. കറക്റ്റാണ്. അവിടെ ഈ പറഞ്ഞതിനകത്തില്ലേ
ഇതിനകത്തില്ലേ ഒളിഞ്ഞാണെങ്കിലും തെളിഞ്ഞാണെങ്കിലും അമ്മയാണ് എന്നെ ഡയറ്റ് എടുക്കാൻ ഇല്ലേ ഇല്ല, അവിടെ നമ്മുടെ ചോയ്സ് ആണ്. താങ്കൾക്ക് കഴിക്കാൻ കഴിക്കാതിരിക്കുക. അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് ഉണ്ടാക്കി വെച്ചു. പക്ഷെ ബാക്കിയുള്ള ദിവസം ചിലപ്പോൾ കനിയും പയറുമായിരിക്കും. അതേ പറഞ്ഞിട്ടുള്ളൂ. Okay, so that is one thing, mindful ആയിട്ടുള്ള exercise. Okay. And choice in food and junk journaling. Okay. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഫർമേഷൻസും ഗോളും എഴുതിയില്ലെങ്കിലും നിങ്ങളുടെ ബാഡ് ഇമോഷൻസിനെ, ബാഡ് തോട്ട്സിനെ ഒരു ജേണലിൽ എഴുതി വെക്കുക. ദാറ്റ് ഐ ആം ഡൂയിങ്. ജങ്ക് ജേണലിംഗ് എന്ന് പറയും. എനിക്ക് വരുന്ന ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ചിലപ്പോൾ എൻ്റെ ടീമിനോടൊക്കെ ആയിരിക്കും ദേഷ്യമൊക്കെ വരുന്നത്. ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാതെ വരുമ്പം ആ സാധനങ്ങളൊക്കെ വരാം. ചിലപ്പോൾ വീട്ടിൽ വരാം. ഇതൊക്കെ നല്ല പൊട്ടിത്തെറിച്ച് സ്പോട്ട് സ്പോയിൽ ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അതെല്ലാം എഴുതി വെക്കും. പിന്നെ നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും നല്ല ക്രിറ്റിക്ക്. അപ്പോൾ ഇന്ന് ശരിയായില്ല കേട്ടോ ആലിയ, ഞാൻ കണ്ണാടി നോക്കിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോമൻസ് പോരായിരുന്നു, ആ വീഡിയോ അത്ര ശരിയായിരുന്നില്ല എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്ന ആ പരിപാടിയില്ലേ, അതങ്ങോട്ട് ജങ്ക് ജേണൽ ചെയ്തിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ പറ്റിയില്ലല്ലോ, ദെൻ വാട്ട് യു വാണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന മിനിമം കാര്യങ്ങളും അതിൻ്റെ കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ മൈൻഡ്ഫുൾ എക്സസൈസും ഈറ്റിംഗ് വാട്ട് യു വാണ്ട്, ജങ്ക് ജേർണലിംഗ്, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അടിപൊളി. ജേർണലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാസ്റ്റ് 5 ഇയേഴ്സിലാണ് ഒരു കാര്യമാണ് ഈ ജങ്ക് ജേർണലിങ് കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഒരു വിൻഡോയുടെ സൈഡിലിരുന്ന് കിട്ടിയാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗുഡ് തോട്ട്സും കിട്ടും. ഓക്കെ, അതും ഒരു നല്ല ഒരു ഇതായിരിക്കും. നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനേക്കാളും ആ ഒരു വിൻഡോ ഒന്ന് തുറന്നിട്ടിട്ട് അതിൻ്റെ അരികിലിരുന്ന് ഇതൊന്ന് ജേർണൽ ചെയ്യും. ഒരുപാട് പേര് പറയാറുണ്ട് ഈ ജേർണലിംഗ് എന്നുള്ളൊരു സംഭവത്തിനെ കുറിച്ച്. അത് നമുക്കും കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും, സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ജേർണൽ ചെയ്യാനായിട്ട് ഒരു റൈറ്റ് ടൈം മോർണിംഗ് ആണോ നൈറ്റ് ആണോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശരിയും തെറ്റുകളും തേടിയുള്ള യാത്രയാണ് അല്ലേ? ഈ ശരിയായ സമയത്ത് ചെയ്താലേ ഇത് നടക്കുകയുള്ളൂ. ഓക്കെ, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തി, വരുന്ന ഒരാൾ ജേർണലിങ്ങിന് പോകുമ്പോൾ അതോ ബെഡിലേക്ക് കിടക്കും, അതാണ് വേണ്ടത്. അപ്പം അവിടെ നമ്മൾ അയ്യോ രാവിലെ ജേർണൽ ചെയ്യാൻ പറ്റില്ല. അതല്ല, ഈ സമയങ്ങളും ഇതിൻ്റെ റൂൾസും ഒക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഫ് യു ആർ ആൻ ഏർലി ബേർഡ് യു ക്യാൻ ഡു ഇറ്റ് ഓൺ ദി മോർണിംഗ്. ലേറ്റ് നൈറ്റ് ആണെങ്കിൽ യു ഡു ഇറ്റ് ദെയർ. ഏത് കൺവീനിയൻ്റ് സമയവും എനിക്ക് ജേർണൽ ഇന്ന് ചെയ്യാനുണ്ട്, ഞാൻ ജേർണൽ ചെയ്യാൻ ഒരു ടൈം മാറ്റി വെക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അവിടെ ശരിയും തെറ്റുകൾക്കും അധികം ഇത് കൊടുക്കണം. ഇതേ കാര്യം നമുക്ക് വർക്ക്ഔട്ടിന്റെ കേസിലും പറയാവോ? ചിലര് രാത്രി വർക്ക്ഔട്ട് ചെയ്യുന്നതിനും അപ്പം യാതൊരു ഇതും ഇല്ല. രാത്രി വർക്ക്ഔട്ട് ചെയ്യുന്നവർ അവരുടെ മെലറ്റോണിൻ്റെ റിതം കറക്റ്റ് ചെയ്യണം. അവർക്ക് അപ്പോഴേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. ദെൻ കറക്റ്റ് ദെയർ സിർക്കാഡിയം റിതം. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള ഡയറ്റ്സ് പല ആൾക്കാരും ഫോളോ ചെയ്യണത് ഇപ്പോൾ കേട്ടിട്ടുണ്ട്. കീറ്റോ ഡയറ്റ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ പല രീതിയിലുള്ള ഡയറ്റും. ശരിക്കും ഒരു ബേസിക് ഹെൽത്ത് കവർ ചെയ്ത് പോകാനായിട്ട് ഒരു ശരാശരി മനുഷ്യന് എന്ത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണെന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും? ഞാനൊരു മലയാളിയാണ്. ഓക്കെ, കപ്പയും ചക്കയും ചേനയും ചേമ്പും ഒക്കെ തിന്നുന്ന ഒന്നന്തരം കോട്ടയംകാരി. ഞങ്ങളുടെ രീതി കപ്പയും മീനും കപ്പയും ബീഫും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കും. പക്ഷെ അവിടെ ഒരു പോർഷനിലൊരു ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഞാൻ എത്ര കപ്പ് കഴിക്കുന്നു അതിൻ്റെ 3 ഇരട്ടി പ്രോട്ടീൻ അവിടെ കഴിച്ചിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി കപ്പ് കഴിക്കുന്ന ഒരു കലാപരിപാടിയാണ് ശരിക്കും. അപ്പോൾ ഇതെനിക്ക് വയബിളാവും. ഓക്കെ, അതിന് എൻ്റെ ഡൈജഷൻ കപ്പാസിറ്റി, എൻ്റെ വയറിൽ എത്ര കൊള്ളും അതിൻ്റെ 1/3 ഞാൻ ഈ കഴിക്കാവൂ. ഓക്കെ, അപ്പോൾ അവിടെ ഫുഡ് പോലീസിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഫുഡ് പോലീസിങ്. ഇപ്പം ഞാൻ താങ്കൾ ഫുഡ് എടുത്ത് നോക്കുമ്പോഴോ എനിക്ക് അത് പറ്റില്ല എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഇൻറ്റേർണൽ ഫുഡ് പോലീസിനെ ഒന്ന് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഭക്ഷണം എന്ന് പറയുന്നത് ആരൊക്കെയോ കഷ്ടപ്പെട്ട് എത്രയോ പേര്, ഇപ്പം നമുക്ക് വേണ്ടി ഇന്നിപ്പോൾ ഞാൻ കഴിച്ച ചോറിൽ ആ നെൽമണി വിതച്ച ആൾ ജീവിച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇല്ലേ. ഞാൻ കുറച്ച് പൈസ കൊടുത്തു, ചോറിൻ്റെ മുമ്പിൽ കിട്ടി. ഇവിടെ വരെ എത്തുന്നോളം വരെ അവിടെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഐ ബിലീവ് E=mc². എന്ത് അപ്ലൈ ചെയ്താലും അത് എനർജി ആയിട്ട് കണ്ടുവരണ്ടാവുന്നു. അപ്പോൾ ആ എനർജി നമ്മൾ അതിനോടൊരു കണക്ഷൻ ഉണ്ടായിരിക്കുക. അതൊന്ന് കഴിക്കുന്നത് മൈൻഡ്ഫുൾ ആയിരിക്കും.
കഴിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ജനറലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഏറ്റവും നല്ലത്. പിന്നെ അതിനകത്ത് ജനറലി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് എടുക്കുക, അതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹാഫിൽ ഒരു 1/3 പോർഷൻ എടുക്കുക, ആ പോർഷനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക. ഓക്കെ, അതവിടെ ഇരുന്നാൽ മതി കേട്ടോ. ബാക്കിയുള്ള 1/3 നമുക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ തോരനോ അങ്ങനെയൊക്കെ ആവാം. പിന്നത്തെ പാർട്ടിൽ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാം. അതിനകത്ത് ആ ഒരു പോർഷനിൽ നമ്മൾ ചോറ് അല്ലെങ്കിൽ റൊട്ടി, ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഇല്ലാത്തവർക്ക് അങ്ങനെ പോകാം. ഐ പ്രിഫർ ചോറ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചോറാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായ സാധനമാണ്, അത് നമ്മളുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് വേണ്ടത് അത് അവിടെ വയ്ക്കാം. പിന്നെ 4th പോർഷൻ ഉണ്ടല്ലോ, ആ 4th പോർഷനിൽ നല്ല ഒന്നാന്തര സാലഡ്. ഓക്കെ, സാലഡ്. അപ്പം എൻ്റെ ഈ ഒരു ഹാഫ് ഇതിൽ വരുന്ന തോരനകത്ത് വരും എൻ്റെ ഒരു നല്ല പീസ് ചിക്കൻ അല്ലെങ്കിൽ ഒരു നല്ല പീസ് മീൻ. അത് നിങ്ങൾ കഴിക്കുമ്പോൾ മെയിൻ ഫുഡ് എന്തായാലും 3 മെയിൻ മീലുകൾ കഴിച്ചാൽ രോഗിയായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തെ നമ്മൾ മെയിൻ ആക്കുക. എനർജി എത്ര യൂട്ടിലൈസേഷൻ വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്ലേറ്റ് തിരഞ്ഞെടുക്കുക. ഓക്കെ, വെറുതെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് TV കാണുന്നു അല്ലെങ്കിൽ ചുമ്മാ വെറുതെ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനുള്ള ഒരു വ്യക്തി, ഇത് മെയിൽ ഓർ ഫീമെയിൽ ആയിക്കൊള്ളട്ടെ, അവരുടെ പ്ലേറ്റ് വൈസ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ പറമ്പിൽ ജോലി ചെയ്യുന്ന ആൾ അവരുടെ പ്ലേറ്റിൽ കാർബ് കൂടുതലായിരിക്കണം. പിന്നെ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഫാറ്റാണ് കൂടുതൽ വേണ്ടത് ബ്രെയിൻ റിപ്പയർമെൻറ്റിന്. അതിന് പകരം നമ്മൾ ഗ്ലൂക്കോസും പ്രോട്ടീനുമാണ് കൊടുക്കുന്നത്. ഫാറ്റിൻ്റെ പോർഷൻ അവിടെ കൂട്ടുക. അതുപോലെ തന്നെ റിസർച്ച് ഏരിയയിൽ വർക്ക് ചെയ്യുന്നയാൾ, അപ്പോൾ സ്ട്രെസ്സ് കൂടുതലുള്ള ഇതിൽ വർക്ക് ചെയ്യുന്ന, ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ക്ലിനീഷ്യൻസ്, അവർക്കൊക്കെ ബ്രെയിനും മൈൻഡിൻ്റെ പവർ പ്രോപ്പറായിരിക്കണം. അപ്പോൾ അവരുടെ ഡയറ്റിൽ നല്ല ഫാറ്റുകൾ, അതായത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കുന്ന ഫാറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ജിമ്മിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വീണ്ടും എടുത്തു, എന്നാലും പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വാട്ട് ഐ യൂസ്ഡ് ടു ഡു ഇസ് ലൈക്ക് ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ചപ്പാത്തി കഴിക്കും. പക്ഷെ റീസെൻ്റ്ലി ഒരു ജിം കോച്ച് എന്നോട് പറയുന്നുണ്ട്, ആക്ച്വലി അത് പൊട്ട മെത്തേഡാണ്. ചപ്പാത്തി മാറ്റിയിട്ട് ചോറാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതാണ് ബ്രൗൺ റൈസ് കഴിക്കുക. ബ്രൗൺ റൈസ് തന്നെ കഴിക്കുക, പക്ഷെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. കുറച്ചാൽ മതി. ഇപ്പോൾ അതിനകത്തൊരു ഇലക്കറി ഉൾപ്പെടുത്തുക, ലെൻറ്റിൽസ്, അത് സ്പ്രൗട്ടഡ് ലെൻറ്റിൽസ് കൊണ്ടുവരിക, പിന്നെ ഒരു നല്ല കപ്പ് മോര്, അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അപ്പം ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഫുഡ് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഈ നാട്ടിൽ ചക്കയുടെ സമയമാണ്, അത് കഴിക്കുക. അത് നിങ്ങളുടെ ബയോമിനെ ബലപ്പെടുത്തും, ഗഡ് ബയോമിനെ. അതിന് പകരം നമ്മൾ പോയിട്ട് വില കൊടുത്ത് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കണതിനേക്കാളും എളുപ്പം. അപ്പം കൈതച്ചക്കയുടെ സീസണിൽ കൈതച്ചക്ക കഴിക്കുക, മാങ്ങയുടെ സീസണിൽ മാങ്ങ കഴിക്കുക. സീസണലായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവൈലബിൾ ആയ റൂട്ടേഴ്സും കഴിക്കുക. റൂട്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഡയറ്റും ഈ പറയുന്ന പോലെ ജിമ്മും ഫിറ്റ്നസ് ആയിട്ടുള്ള കോൺഷ്യസ് തീരുമാനങ്ങളും ഇതൊക്കെ ഈ ജനറേഷനിലാണ് വന്നിട്ടുള്ളത്. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല, സ്പെഷ്യലി മലയാളികൾ. അവർ ഹെൽത്തി ആയിരുന്നു. ലൈക്ക് അവർ ഒരു പറ ചോറൊക്കെയാണ് ചിലപ്പോൾ ഇട്ട് കഴിക്കാറുള്ളത്. ചിലപ്പോൾ 90 വയസ്സ് കഴിഞ്ഞാലും they live healthy. Actually they were into low information diet. അവരുടെ ബ്രെയിനിൽ നമ്മുടെ പോലെ ഗോളുകൾ വേറെ ആയിരുന്നു. സമാധാനം, വൈകുന്നേരം മക്കൾക്കൊപ്പം കുടുംബത്തിനൊപ്പം ഉള്ളൊരു സമാധാനമുള്ള പീസ്ഫുള്ളായൊരു ലോകം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു, അല്ലേ? നടന്നവർ കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, ബാക്കി സമയം കൃഷിയിൽ ഇത് ചെയ്യുന്നു. ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊരു സ്പെസിഫിക് റൂട്ടീനിലാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ അവർ കഴിക്കുന്ന സാധനം അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മളവിടെ നിന്നിട്ട് റിമോട്ട് വെച്ചിട്ട് കതവ് തുറക്കും, റിമോട്ട് വെച്ച് ഫാൻ ഇടും. കാരണം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ്ടല്ലോ. റിമോട്ട് വെച്ച് ഫാൻ ഇടും, റിമോട്ട് വെച്ച് മോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അത്രയും ഫുഡ് കഴിച്ചാലോ? നമ്മളുടെ ജോലിക്കനുസരിച്ച്, ഇപ്പോൾ ഒരു ഹൗസ് കീപ്പിംഗ് സെഷനിൽ ജോലി ചെയ്യുന്ന ആളും ഒരു കൺസൾട്ടൻറ്റും ഒരുപോലെ ഫുഡ് കഴിച്ചാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, കൺസൾട്ടൻറ്റിന് ബ്രെയിൻ ഫുഡ് വേണം, മറ്റവർക്ക് കുറച്ചുകൂടെ കാർബ് വേണം. പിന്നെ ബോഡി ടൈപ്പ് അനുസരിച്ച് നമ്മളെ ഫുഡിനെ, ഒരു ഫുഡ് നമുക്ക് പറ്റണില്ല, ഒരു പ്രാവശ്യം പറ്റിയില്ല, 2 പ്രാവശ്യം പറ്റിയില്ല, ഒരു പ്രാവശ്യം ചതിച്ചു, രണ്ടാമതും ചതിക്കുന്ന ഒരാളെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. അത് മനുഷ്യരായാലും ഫുഡായാലും അവർക്ക് അതേ അറിയുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടെ അതൊരു സാധനമുണ്ട്. പക്ഷെ ഇങ്ങനെയാണത്. എല്ലാവരും പണ്ടത്തെ കാലത്ത് എല്ലാവരും എല്ലാ ഫുഡും കഴിച്ചിരുന്നില്ല. 1 man's food is another man's poison.
ദാറ്റ്സ് എ ഗ്രേറ്റ് കോട്ട്. നമ്മൾ പൊതുവേ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് അൺഹെൽത്തിയും വീട്ടിൽ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുന്ന ഫുഡ് ഹെൽത്തിയുമാണെന്ന് പറയും. പക്ഷെ വീട്ടിലും നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കുന്ന അൺഹെൽത്തി ഫുഡ് ഉണ്ടാവാറില്ലേ? എന്തൊക്കെയാണ് അത്? അതിനകത്ത് ഏറ്റവും വളരെ റോസ്റ്റഡ് ആയിട്ട് വരുന്ന ഉപ്പുമാവ്. ഓക്കെ, കോമൺ ബ്രേക്ക്ഫാസ്റ്റ് കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും റവ വെച്ചുണ്ടാക്കുന്ന ഉപ്പുമാവല്ല കൊടുക്കണ്ടേ, റാഗിയോ മില്ലറ്റോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെ, കളയാനുള്ള ഒരു പ്രോഡക്റ്റ്. അത് എഡിബിൾ ആയതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ പാർട്ട് ആക്കിയതാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ചൂടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മളൊരു സാമ്പാർ വീട്ടിലുണ്ടാക്കി, ചിക്കൻ കറി വീട്ടിലുണ്ടാക്കി, ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എത്ര തവണ നമുക്കിത് റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പറ്റുമെങ്കിൽ റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ച സാധനം അതേപടി, നമുക്ക് പോർഷൻ അത്ര ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അപ്പോൾ അത് പല പോർഷനായിട്ട് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ. വേണ്ട ഭാഗം മാത്രം എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ മാറ്റുക. റീഹീറ്റ് ചെയ്യുമ്പം ആ ഒരു പദാർത്ഥം വേറൊന്നായി മാറുകയാണ്. അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയും മാറുകയാണ്. ഓക്കെ. പിന്നെ മറ്റൊരു സാധനമാണ് നമ്മുടെ വെജിറ്റബിൾ ഓയിലുകൾ. വളരെ അൺഹെൽത്തിയാണ്. പിന്നെ എന്തിനും ഏതിനും ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്യുന്ന നമ്മുടെ ഓവർ മസാല വേണം. ഇപ്പോൾ നമ്മൾ മസാലയുടെ ട്രെൻഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ മസാല ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഫ്രിഡ്ജിനെ ഈ ഒരു മോർച്ചറി എന്നുള്ളതിൽ നിന്നൊന്ന് മാറ്റി, ഇപ്പം എൻ്റെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് ഒരു ചേഞ്ച് കൊണ്ടുവരുമോ. ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഫുഡ്, ആ ഫുഡ് വീണ്ടും വെച്ചിട്ട് നമ്മൾ റീഹീറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും അതകത്തേക്ക് വയ്ക്കും. പിന്നെ ഫ്രിഡ്ജിൽ കറക്റ്റ് ലിഡ് ക്ലോസ് ചെയ്ത് അടച്ചു വയ്ക്കുക, ഫുഡുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവാതിരിക്കുക. ഇതൊക്കെ നമ്മളെ ഹെൽത്തി ആയിട്ട് നോക്കാൻ പറ്റുന്നത്. പഞ്ചസാരയുടെ ഉപയോഗം ആവശ്യമെന്ന് കണ്ടിട്ട് ചെയ്യുക, ബാക്കിക്ക് ശർക്കരയോ പനങ്ങൾക്കുണ്ടോ ഒക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ വീട്ടിലും അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഈ എല്ലാവരും ഷുഗർ കട്ട് ഡയറ്റിലാണ്. ഇപ്പൊ പുറത്ത് പോയി ചോദിക്കുകയാണെങ്കിലും, പണ്ടൊക്കെ ആണെങ്കിൽ പ്രായമായവർക്ക് മാത്രമാണ് വിത്തൗട്ട് ചായ പറയണത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പലരും നമ്മൾ ചായക്കടയിൽ പോകുമ്പോൾ നമ്മൾ ചേട്ടാ ഒരു വിത്തൗട്ട് ചായ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ട്രെൻഡ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളിൽ അല്ലെങ്കിൽ പേസ്ട്രീസ് അങ്ങനെയുള്ള സ്വീറ്റ്സിൽ മാത്രമുള്ള ഷുഗർ ആണോ പ്രശ്നം, അതോ നമ്മൾ ഒരു ഫ്രൂട്ട് നമ്മൾ ഓവറായിട്ട് കഴിക്കുമ്പോഴും അതിലുള്ള നാച്ചുറൽ ഷുഗറും നമ്മുടെ ബോഡിക്ക് പ്രശ്നമാണോ? എല്ലാം പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ആംഗിളിൽ എല്ലാം പ്രശ്നം തുടങ്ങുന്നു. പിന്നെ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചോളൂ. നിങ്ങൾ ഡയബറ്റിക് അല്ലെങ്കിൽ എല്ലാ ഫ്രൂട്ടും തന്നെ കഴിക്കാം. പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇൻഫ്ലമേഷനുള്ള ആളുകൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ഒബീസിറ്റി ഉണ്ടാകുന്ന ആളുകൾ ഫ്രൂട്ട് ഡയറ്റിലേക്ക് വരും. എന്നിട്ട് രാത്രിയിൽ ഫ്രൂട്ട് ഡയറ്റ് എടുക്കും. ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ഓക്കെ, അതായത് ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം ഫ്രക്ടോസ് ആണ്. ആ ഫ്രക്ടോസ് ഇമ്മീഡിയറ്റ്ലി ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഫ്രൂട്ട്സ് നമ്മൾ നൈറ്റ് കഴിക്കാനേ പാടില്ല. നൈറ്റ് കഴിക്കുന്നത് ഗുണത്തേക്കാൾ വളരെ ദോഷം. അപ്പോൾ ഫ്രൂട്ട്സ് നല്ലതാണ് അതിൻ്റെ സമയത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ ഉപയോഗിക്കുക, അത് വളരെ നല്ലതാണ്. പിന്നെ ഡയറ്റ് ഒബീസൊക്കെ ആയിരിക്കുന്ന ആളുകൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്ടർമെലൺ. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് അതിൽ. ഏറ്റവും കൂടുതൽ ഷുഗർ കൺവേർട്ട് ആകുന്നത് അതിൽ നിന്നാണ്. ഞാൻ ഇന്ന് രാവിലെ തോന്നി ഒരു പോസ്റ്റ് വായിച്ചു, അതായത് തണ്ണിമത്തനും അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ബോഡി ഫാറ്റ് പെട്ടെന്ന് ബേൺ ആവും എന്ന് പറഞ്ഞിട്ട്. അതെ, പക്ഷെ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. സയൻറ്റിഫിക്കലി ഇപ്പം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പലരും പലതും കൊണ്ടുവരുന്നു. അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട് ആരും പറയുന്നില്ല. ഇപ്പം കണ്ടന്റ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, കണ്ടന്റ് മാർക്കറ്റിംഗ് ആണല്ലോ. അതിന്റെ റിസർച്ച് പോലും ചെയ്യാൻ നമ്മളത് ഫോളോ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എത്ര കൂടുതലാണ്, അത് കൂടുതലാണ്. പക്ഷെ സീസണൽ ഫ്രൂട്ട്സ് അത് നമുക്ക് പോസിബിൾ ആണ്. നമ്മുടെ കേരളത്തിന്റെ സീസണൽ ഫ്രൂട്ട്സിൽ വാട്ടർമെലൻ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ശരിയാണ്. ഇനി ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല എന്നുള്ളത്. ഉറങ്ങാൻ വേണ്ടി പല രീതികൾ നമ്മൾ ചെയ്യാറുണ്ട്. പാട്ട് കേൾക്കുക, ബുക്ക് വായിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നവരെല്ലാം ഉറങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. മിക്കവാറും. എന്നാലും നമുക്ക് ഒരു ഡീപ്പ് സ്ലീപ്പിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, ശരിക്കും ജെന്യുവിനായി ഹോർമോണൽ ചേഞ്ചിൻ്റെയൊക്കെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഓണിയൻ ടീ ഉണ്ടാക്കി കുടിക്കാം. അല്ലെങ്കിൽ ഓണിയൻ ടീ, അതായത് ഓണിയൻ പീൽ ചെയ്തിട്ട് അതിൻ്റെ
ഫസ്റ്റ് പീലില്ലേ, ബ്ലാക്ക് ആയിട്ടുള്ള സാധനം കളഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തത് വെള്ളത്തിലിട്ട് 1 ഗ്ലാസ് വെള്ളം എന്നുള്ളത് അത് വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കുക. 1/2 ഗ്ലാസ്സിൽ ഒരു കുഞ്ഞു നുള്ള് മധുരം എന്തെങ്കിലും ശർക്കരയാണ് അതിട്ടിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കുക. എന്നിട്ട് വളരെ വാമായിട്ട് അത് കുടിക്കുക. എന്നിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ബ്രീത്ത് ജെന്യുവിൻ ആണോ. അതായത് ടോക്സിക് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ഇതിലായിരിക്കും നിൽക്കുന്നത്. അതായത് നമ്മൾ ശ്വാസം ഒന്ന് എടുത്ത് നോക്കിയേ. ശ്വാസം കൈ വയറിൽ വെച്ചോ മനീഷ. ഓക്കെ, ശ്വാസം എടുത്തേ. ശ്വാസം പുറത്തേക്ക് വിട്ടേ. ഒന്നുകൂടെ എടുത്തേ. ഓക്കെ, ശരി മനീഷ. അതായത് നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ടല്ലേ ഇല്ലേ? ബലൂൺ വീർപ്പിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ബലൂൺ വീർക്കല്ലേ ചെയ്യുന്നത്. ഇയാൾ ശ്വാസം എടുത്തിട്ട് എങ്ങനെയാണ് താങ്കളുടെ വയറിങ്ങനെ പോയേ? ഉള്ളിലേക്കാണ് പോയേ. ഓക്കെ, അപ്പോൾ എന്നെ നോക്കിക്കോളൂ. ഞാൻ ശ്വാസം എടുക്കുകയാണ്. എൻ്റെ മുഖത്ത് നോക്കിക്കോളൂ. ബ്രീത്ത് ഇന്നാണ് എൻ്റെ, ബ്രീത്ത് ഔട്ടാണിത്. ഓക്കെ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം ശാന്തമായ ശ്വാസം, അതായത് യോഗിക് ബ്രീത്തിങ് അല്ലെങ്കിൽ ലോവർ ഡയഫ്രമിക് ബ്രത്ത് എന്നൊക്കെ പറയും. അത് ശ്വാസം എടുക്കുമ്പം നമ്മൾ വയറ് പുറത്തേക്ക് വരണം. ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വരണം, ശ്വാസം വിടുമ്പോൾ വയറുള്ളിലേക്ക് പോകണം. ഇമാജിൻ എ ബലൂൺ. അപ്പൊ ഇത്ര നാളെ ഞാൻ തെറ്റായിട്ടാണ് ശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഇത് ജിമ്മിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ബ്രത്ത്. ഓക്കെ, മറ്റേ നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളെല്ലാവരും സ്ട്രെസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി മാറുകയാണ്. ഇതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നോർമൽ ആക്കിയിട്ട് അവിടെ ഇരിക്കുക. അപ്പം തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. പിന്നെ നമ്മുടെ വൈറ്റ് ലൈറ്റ്, ഓക്കെ, വൈകുന്നേരം വൈറ്റ് ലൈറ്റ് ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ യെലോയിഷ് ഷെയ്ഡുള്ളൊരു കണ്ണാടി ഉപയോഗിക്കും. അത് ഓൾമോസ്റ്റ് എൻ്റെ ഡ്രൈവിങ്ങിലും ഒക്കെ ഞാൻ ആ കണ്ണാടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള എനിക്ക് വാം ലൈറ്റാണ് ഇഷ്ടം. എനിക്ക് വാം ലൈറ്റ് ഇപ്പം വായിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ടേബിൾ ലാമ്പ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യുക. അപ്പം നമ്മുടെ മെലറ്റോണിൻ റിതം കറക്റ്റാണോ എന്ന് നോക്കുക. അത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാതിരിക്കുക. ഒരു മിനിമം 2.5 hours ബ്രേക്ക്, ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ആ ഒരു ബ്രേക്ക് കൊടുത്താൽ പ്രോപ്പറായിട്ട് ഉറങ്ങും. അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേക്കും. അപ്പോൾ നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ആ സെറട്ടോണിൻ മെലറ്റോണിൻ റിതമാണ് സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. ആ റിതത്തെ ഒന്ന് പ്രോപ്പറാക്കുക. അപ്പോൾ ഈ ടീ നല്ലതാണ്. ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്യാമമൈൽ ടീ ഓർഡർ ചെയ്യാം, അത് ഉപയോഗിക്കാവുന്ന. പിന്നെ ക്യാമമൈൽ ടീ ഡിപ്പെൻഡൻസി ഉണ്ടാക്കാതെ നോക്കുക. പിന്നെ ഇതിവിടെ ഒന്നും നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ യൂഷ്വലി മഗ്നീഷ്യം സിട്രേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് സിട്രേറ്റ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ഉപദ്രവകാരി അല്ലാത്തൊരു നോർമലി നമ്മൾക്ക് എല്ലാത്തിനെയും നമ്മുടെ ജെനുവിൻ ഡൈജഷനെയും ബേസ്റ്റ് ഇവാക്യുവേഷനെയും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ മസിലുകളെ വളരെയധികം റിലാക്സ് ചെയ്യും, ബിൽഡ് ചെയ്യുകയും ചെയ്യും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതും പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി മെലറ്റോണിൻ പോലുള്ള ഒരു റിതം കറക്ഷന് വേണ്ടി സപ്ലിമെൻറ്റേഷൻ ഉപയോഗിക്കാം. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ യൂഷ്വലി എല്ലാവരും സൈക്കാട്രിക് പില്ലിലേക്ക് പോകും. പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ റീസൺ ഉണ്ട് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊരു അസാധാരണമായ സാധനമുണ്ട് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നത്. അതിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് വീണ്ടും ഒരു ഹാക്കൂടെ ചെയ്യാം. അതായത് 3 മണിക്ക് ശേഷം ഷുഗർ കഴിക്കാതിരിക്കാം. വൈകുന്നേരം 3 മണിക്ക് ശേഷം ഒരു തരത്തിലുള്ള ഷുഗറും കഴിക്കാതിരിക്കുക. ഇതെല്ലാം നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേര് പറയാൻ പോവാണ്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻസ് കഴിക്കുന്നത്. ഇതിൽ ഔട്ട് ഓഫ് 10 ആസ് എ ലൈഫ് സ്റ്റൈൽ കോച്ച് മാമിന് എത്രയാണ് റേറ്റിംഗ് കൊടുക്കാമെന്നൊന്ന് പറയാം കേട്ടോ. ഏറ്റവും ആദ്യമായിട്ട് പറയണത് പുട്ട്, പഴം, പപ്പടം, പയർ. ഇതിന് ഔട്ട് ഓഫ് 10 എത്ര റേറ്റിംഗ് ആയിരിക്കും ഫോർ എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റിനെ കൊടുക്കുന്നത്? പുട്ട് ഏത് ടൈപ്പ് പുട്ട് എന്നൊന്ന്? ഗോതമ്പ് പുട്ട്. ഓക്കെ, 3 ഔട്ട് ഓഫ് 10 പുട്ട്, പയർ, പപ്പടോ. ദാറ്റ്സ് എ കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. വൈ 3? അത്
പുട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഗോളുമായി കണക്റ്റഡ് ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ പേഴ്സണലാണ്. ഇനിയിപ്പോ ഗോതമ്പിന് പകരം അരിപ്പുട്ടായിരുന്നെങ്കിലോ? അരിപ്പുട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു 4-ലെത്തിക്കും. അതും പയറുവാണെങ്കിൽ, അതും പയറുവാണെങ്കിൽ, പുട്ടും പഴവും ആണെങ്കിൽ ഞാൻ വീണ്ടും റേറ്റിംഗ് താക്കും. ഓക്കെ. അപ്പം പുട്ടും പയറും, അതായത് പുട്ടിൻ്റെ ക്വാണ്ടിറ്റി, ഇവിടെ നമ്മൾ വലിയൊരു പീസ് പുട്ടും കുറച്ച് കറിയുമാണ് അത് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ എൻ്റെ ഇതിലാണെങ്കിൽ പുട്ട് കുറവും കറി കൂടുതലുമായിരിക്കും. ഓക്കെ, അങ്ങനെ കഴിക്കുന്ന ഒരാൾക്ക് ഞാൻ ഒരു 6 റേറ്റിംഗ് കൊടുക്കും. ഓക്കെ. അടുത്തൊരു കോമൺ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ദോശ, സാമ്പാർ. ഇപ്പോൾ ദോശ, സാമ്പാർ, ഇഡ്ഡലി, സാമ്പാർ ആണെങ്കിൽ ഔട്ട് ഓഫ് 10 എത്രയായിരിക്കും റേറ്റിംഗ്? 9 കൊടുക്കും. ദാറ്റ് ഈസ് 9. ഓക്കെ, ദാറ്റ്സ് എ കോമൺ തിങ്. കോമൺ തിങ് എന്നല്ല, ദാറ്റ്സ് ഗട്ടിനെ ഹെൽത്തി ആക്കുന്ന, ഓൾമോസ്റ്റ് എല്ലാ രോഗാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതും നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതുമായ ഒന്നാണ് ദോശ, ഇഡ്ഡലി, അപ്പം, സാമ്പാർ, ചട്നി, ഇവയൊക്കെ. ഓക്കെ. നോർത്ത് ഇന്ത്യൻസ് ആക്ച്വലി ഡെയിലി കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പോഹ. പോഹ ഭയങ്കര ഹെൽത്തി ആണെന്ന് ഇങ്ങനെ പറയാനുണ്ട്. ഔട്ട് ഓഫ് 10 ഹൗ ഹെൽത്തി ഈസ് പോഹ? ഇറ്റ്സ് 9. ഓക്കെ. ഇനി നമ്മൾ ചെറുതിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് പാല് കുടിച്ച് വളരെ മക്കളെ എന്ന് പറയും. പാല് കുടിക്കുന്ന അത്ര നല്ലൊരു കാര്യമെന്ന് പറയും. ശരിക്കും ഔട്ട് ഓഫ് 10 ഹൗ ഹെൽത്തി ഈസ് മിൽക്ക്? ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മിൽക്കിനെ ആണെങ്കിൽ ഞാൻ ഏകദേശം 9 തന്നെ കൊടുക്കും. കാരണം എനിക്ക് പറയാം, പാലിന് പശുവായിട്ട് ബന്ധമുണ്ട്. ഓക്കെ. നമ്മുടെ പലരുടെയും വീടുകളിൽ എത്തുന്ന പാലിന് പശുവായിട്ടുള്ള ബന്ധം ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെ, വെള്ളമായിട്ടുള്ള ബന്ധം കൂടുതലായിരിക്കും. വെള്ളം മാത്രമല്ല, വേറെ പല കെമിക്കലുകളും ആയിട്ടുള്ള ബന്ധവും അവിടെ കൂടുതലാണ്. അപ്പം അവിടെ എനിക്ക് റേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഗട്ടിൽ ഇംബാലൻസ് ഉള്ള ഒരു ആരോഗ്യമുള്ള വ്യക്തിക്കാണെങ്കിൽ പാൽ ഉപയോഗിക്കാം. ഓക്കെ, അവരുപയോഗിച്ചോട്ടെ. പക്ഷേ ഇപ്പോഴും നമുക്ക് അവൈലബിലിറ്റി കൂടി അഫോർഡബിൾ ആണെന്നുള്ള ഇതുകൊണ്ട് ഒരു ദിവസം 10 പാലും കാപ്പി വരെ അല്ലെ പാൽ ചായ വരെ കുടിക്കുന്ന ആളുകളുണ്ട്. അത് ഒഴിവാക്കുക. ഒരു ഗ്ലാസ് പാല് കുടിക്കുവാണ് എങ്കിൽ അതിനനുയോജ്യമായ ചേഞ്ച് ഡയറ്റിൽ വരുത്തണം. ഓക്കെ, ഒരു 5 ഇഡ്ഡലി, ഒരു പാത്രം സാമ്പാർ, ഇതിൻ്റെ കൂടെ ഒരു കപ്പ് പാലിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ യോഗർട്ട് എന്ന് പറയുന്നത്. അത് ഷുഗർഡും ആയിട്ടുള്ളത്, വിതൗട്ട് ഷുഗറും ഉണ്ട്. സോ ഔട്ട് ഓഫ് 10 ഹൗ ഹെൽത്തി ഈസ് ഹാവിങ് എ യോഗർട്ട്? ഇറ്റ്സ് 9. അപ്പോൾ ഇതിൽ അൺഹെൽത്തി ആയിട്ട് എനിക്ക് മനസ്സിലായത് പുട്ട്, കടല, പപ്പട മാത്രമാണ്. പുട്ടിനോടുള്ള എൻ്റെ വിയോജിപ്പിൻ്റെ കാരണം ഇതാണ്. അൺഹെൽത്തിയാണ് പലപ്പോഴും നമ്മൾ റെഡിമെയ്ഡാണ് എല്ലാം ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് വരുമ്പം അത്ര ഷെൽഫ് ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. അതെ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ റേറ്റിംഗ്, ഇത് എനർജി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ ജോലി പുറത്തിറങ്ങി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഡെയിലി നമ്മുടെ വീട് മോപ്പ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ പൊടികൾ അടിച്ചു, പുട്ട് നല്ലതാണ്. അവർക്ക് കാർബാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു ഫുഡാണ് കേട്ടോ അപ്പം. ഫെർമെൻറ്റ് ചെയ്യുന്ന ബാറ്ററുകൾ എല്ലാം തന്നെ ഓവർ ഫെർമെൻറ്റഡ് ആവാതെ നാച്ചുറൽ പ്രോസസ്സിങ്, അതായത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 to 7 hours ഫെർമെൻറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ഫുഡ് നല്ലതാണ്. അതിലും നല്ലൊരു ഫുഡ്, നല്ലൊരു പ്രോബയോട്ടിക് ഫുഡ് ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഏതാണത്? നമ്മുടെ കഞ്ഞി. എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു പഴങ്കഞ്ഞി. അത് ശരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കണേ? പ്രോബയോട്ടിക് ആയിട്ട് അത് ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൺചട്ടിക്കകത്ത് കഞ്ഞി എടുത്ത് വെക്കണം. എന്നിട്ടൊരു ഉള്ളി ചതച്ച് അതിനകത്ത് ഉപ്പ് ഒഴിച്ചിടുക. എന്നിട്ട് രാവിലെ അതിനകത്ത് കഴിക്കുന്നതിനൊരു 1 മണിക്കൂർ മുമ്പ് 1 സ്പൂൺ കേടോ ചെറിയൊരു ബട്ടർ മിൽക്കോ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നെയ്യ് പൊട്ടിച്ചിട്ട് 1 സ്പൂൺ ജീരകം അതിനകത്തിട്ട് നെയ്യിൽ കടുക് പൊട്ടിക്കുന്നത് പോലെ ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക്കുമാണ്, ഹെൽത്തി ഫുഡുമാണ്. പക്ഷേ അവിടെയും ഒരു കാര്യം, ചോറ് കൂടുതലാവുകയും കഞ്ഞിവെള്ളം കുറയുകയല്ല ചെയ്യേണ്ടത്. ഇത് 50-50 ആയിരിക്കണം. 1:1 ആയിരിക്കണം. ഓക്കെ, റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് പലരും മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും കഴിക്കും. പക്ഷേ ഇതിനകത്ത് റേഷ്യോ ആണ് 1:1. അതെ, യെസ്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. സോ നമുക്ക് ഭയങ്കര ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതിലുള്ള തെറ്റുകൾ, അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഹൗ ടു ബ്രിങ് എ ഗുഡ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിൻ്റെ ചെറിയ ഗ്ലിംസസ് ഞങ്ങൾക്ക് കഴിഞ്ഞൊരു 1 hour മാമിൻ്റെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു വാവ് പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം, ലൈക്ക് ഔട്ട് ഓഫ് ദിസ് കേട്ടിട്ട് എന്തെങ്കിലും കോമൺ ചോദ്യം ചോദിക്കാനുണ്ടോ? നമ്മൾ യൂഷ്വലി ഒരു 1 question from them കൂടെ പറയാറുണ്ട്. എനിത്തിങ്? നത്തിങ്.
ഓക്കെ സോ താങ്കളെല്ലാം കവർ ചെയ്തു. Mostly. But Unfortunately, still I have a lot to ഒരവസരം ask. കിട്ടിയില്ല. എനിക്ക് ചോദിച്ചിട്ട് തീരുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി another time we'll call you again. ഇനിയും വളരെ വാസ്റ്റ് ആയിട്ട് ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, നമുക്ക് പറഞ്ഞ് ലിമിറ്റ് ചെയ്യാനായിട്ട് ഓരോ പറ്റത്തില്ല. സിറ്റുവേഷൻ അനുസരിച്ചും Yeah, yeah, ഡയറ്റും that's true. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ വരെ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്, അതിനെ സഹായിക്കുന്ന ഫുഡുകളും ഇന്ന് നിലവിലുണ്ട്. ഉണ്ട്. ഓക്കെ. ഇപ്പം ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റുന്ന ഫുഡുകൾ, ഡിപ്രഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഫുഡുകൾ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. യെസ്, ഡെഫിനറ്റ്ലി വിൽ ഹാവ് യു ഹിയർ ഇൻ പോഡ്കാസ്റ്റ്. ഇനിയും ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ മാം. താങ്ക് താങ്ക് യു മനീഷ.